ആ മൊമെൻറ്റിൽ ഓഫ് കോഴ്സ് നമ്മളൊരു രണ്ടാം സ്ഥാനം ഒക്കെ ആകുമ്പോൾ വിഷമമൊക്കെ തോന്നും. പക്ഷേ അൾട്ടിമേറ്റ്ലി അത് എന്നെ സംബന്ധിച്ചോളം റിലീഫും കൂടെയാണ്, കഴിഞ്ഞല്ലോ എന്നുള്ളതാണ്. സംസാരിച്ച് പുള്ളി ഭയങ്കര പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും പുള്ളിയുടെ വിഷമങ്ങളും എല്ലാം പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ്, ചേട്ടാ വിശപ്പല്ലേ മുഖ്യം, എനിക്ക് സന്തോഷമാണ്, ഇന്നൊരു ദിവസം തികഞ്ഞ് കിട്ടിയാൽ. അങ്ങനെയാണ് പുള്ളിയുടെ ലൈഫ് പോകുന്നത്. എന്നും ഓവർ ക്രിട്ടിക്കാകുമ്പോൾ ഒരു ഗുണം, അതൊരു മോശമാണ്. ഒരു സൈഡിൽ നമ്മുടെ കോൺഫിഡൻസിനെ കുറച്ച് ബാധിക്കും. നമ്മൾ കുറച്ച് എന്താ പറയുക, ഒരു സ്വന്തമായിട്ട് ബ്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്, കൂടുതലാണ് എനിക്ക്. അതിൻ്റെതായ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മളെ അത് ഗ്രൗണ്ടഡായിട്ട് നിർത്താൻ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ റെഫറൻസസ് വെൻ യു കീപ്പ് ഇറ്റ് വെരി ഹൈ, യു ഫീൽ യു ആർ നത്തിങ്. ഇവിടെയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പോസ്റ്റ് 9 മണി കഴിഞ്ഞാൽ പിന്നെ സായിപ്പന്മാർ വയലൻ്റ് ആവും. അവർക്ക് ബഹളമൊന്നും പറ്റുകയില്ല, അവർ ഓടിക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് കോൾ വരും, സംബഡി ഈസ് മേക്കിംഗ് നോയ്സ് ഫ്രം ദ അതർ റൂം, അതാണ് ഇതാണ് മറ്റേ. അപ്പം ഞാൻ പിന്നെയും കുറച്ച് വേറെ ആരുടെയെല്ലാം റൂമിലോട്ടൊക്കെ മാറി, അടുത്ത തെറി അവിടെ നിന്ന് വരുന്നവരെ അങ്ങനെയൊക്കെ പോയി ചെയ്യും. അദ്ദേഹം ഇങ്ങനെ സ്റ്റേജിൽ വന്ന് തിരിച്ചിറങ്ങിപ്പോയപ്പോൾ എന്നെ ഇങ്ങനെ അത് ഞാനിപ്പോൾ ഓർമ്മത്, ഇയാൾ കൊള്ളാം, മറ്റേ ഞാൻ വെച്ചലക്ക. പുള്ളി വന്നു പോയെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ പുള്ളി പോകുമ്പോൾ ഞാൻ ഇങ്ങനെ, എനിക്കൊന്ന് ആ പുള്ളി താടിയൊക്കെ വളർത്തിയൊരു സമയം. അപ്പോൾ പുള്ളി എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചു, കൈൻഡ് ഓഫ് ആൻ അപ്രിസിയേഷൻ. മനസ്സിലായത്? ഹലോ ജോബ് ചേട്ടാ, താങ്ക് യു ഫോർ കമ്മിങ്. ഐ ആം വെരി നെർവസ് ബിക്കോസ് വലിയ ഫാനാണ് ഞാനും. ഞാൻ 11ാം ക്ലാസ്സിൽ ജോബ് ചേട്ടനെ കാണാൻ തുടങ്ങി, അപ്പോൾ തൊട്ട് ഫാനാണ്. അന്നൊക്കെ സൂപ്പർ സ്റ്റാറിൽ വരുമ്പോൾ ഹിന്ദി പാട്ടുകൾ പാടുന്ന ചേട്ടനായിട്ടാണ് അന്ന് കണ്ടിരുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദറ്റ് ഐ ഹാവ് ഇസ്, അന്ന് എന്തുകൊണ്ടാണ് ഹിന്ദി പാട്ടുകൾ പാടിയിരുന്നത്? ആക്ച്വലി ഞാൻ എൻജിനീയറിംഗ് ഒക്കെ ചെയ്തത് കർണാടകയിലായിരുന്നേ, ഹസൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ആ സമയത്ത് അവിടെ എല്ലാ ലാംഗ്വേജസ് ഉള്ള ഒരു കൊച്ചു ഇന്ത്യയാണ്, എല്ലായിടത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പം അവിടെ മലയാളത്തിൽ കൂടുതൽ ഹിന്ദി തന്നെയാണ് കോളേജിലൊക്കെ. പിന്നെ അങ്ങനെ കുറേ, പിന്നെ ബേസിക്കലി ഐ ലൈക്ക് കുറേ ഹിന്ദി പാട്ടുകളും പണ്ടത്തെ മുതൽ റഫീ സാബ് മുതലുള്ള അങ്ങനെ ഇഷ്ടമാണ് ഹിന്ദി പാടാനും. പ്ലസ് സൂഫിയോടൊരു ഇഷ്ടം, കുറേ കാലം കൈലാഷ് ഖേറിൻ്റെ പുറകെ പോയി കുറേ അങ്ങനത്തെ ഒത്തിരി ട്രാക്സ് ലൈക്ക് കെ അങ്ങനത്തെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു, അവരുടെ പാട്ടുകളൊക്കെ പാടിയിരുന്നത്. അപ്പോൾ മേ ബി പിന്നെ ഒരു കംഫർട്ട് സോണിലോട്ട് ചെറുതായിട്ടൊന്ന് ലോക്കായി പോയെന്നും പറയാം. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അതായിരുന്നു ഭ്രാന്ത്. അപ്പോൾ അങ്ങോട്ട് പോയി. എനിക്ക് തേരി ദീവാനി ഓർമ്മയുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഉണ്ടായിരുന്ന വോലം ഹേ ആയിരുന്നു. അന്ന് ഞാൻ ക്യാമറ റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യാനൊക്കെ നോക്കി, ഒന്നും നടന്നില്ല ആ കാലത്ത്. പക്ഷേ ദെൻ യു വർ ദ റണ്ണർ അപ്പ്. അത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ആസ് ഫാൻസ് ഫോർ അസ്. ഹൗ വാസ് ഇറ്റ് ഫോർ യു? അല്ല, റണ്ണറപ്പ് എന്ന് പറയുമ്പോൾ 2ാം സ്ഥാനമല്ലേ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എങ്ങനെയെങ്കിലും ആ കോൺടെസ്റ്റ് എങ്ങനെയെങ്കിലും, ഭയങ്കര സ്ട്രെസ്സാണ് നമ്മൾ ഈ ഒരു റിയാലിറ്റി ഷോ എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ പ്രഷർ കുക്ക്. അവസാനമൊക്കെ ആകുമ്പോഴേക്കും വല്ലാണ്ട് ഒന്ന് ടെൻഷനാവും. ഞാൻ അത്രയൊന്നും ടെൻഷൻ ആഗ്രഹിക്കാത്ത ആളാണ്. അതിലേക്ക് റാൻഡംലി ലൈക്ക് ചെന്ന് പെട്ട ആളാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും സത്യം പറഞ്ഞാൽ പകുതി സ്റ്റേജൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയും ഔട്ടായ തിരക്കേടില്ലല്ലോ എന്ന് തോന്നിപ്പോയി. കാര്യം അത്രയും പ്രഷർ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകൾ ഇങ്ങോട്ട് അവരുടെ ആഗ്രഹങ്ങൾ കൂടി വരും. ജഡ്ജസ് അവർ പറയും കുറേ പ്രഷേഴ്സ് വരും. പക്ഷേ ഇൻ എ വേ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അത് വന്നതുകൊണ്ടാണ് നമുക്കൊരു വലിയൊരു റെക്കഗ്നേഷൻ എന്ന് പറയുന്നൊരു, ലൈക്ക് കുറേ പ്രേക്ഷകർ നമ്മളെ തിരിച്ചറിയാൻ, മുഖം അറിയാമെന്ന് പറയുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. എത്രയോ പാട്ടുകൾ പാടിയവരെ മുഖം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പക്ഷേ നമുക്കങ്ങനെ ഒരു റിയാലിറ്റി ഷോയുടെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ഒരു റെക്കഗ്നേഷൻ വരും പ്രേക്ഷകരുടെ അടുത്ത്. അപ്പോൾ അതൊരു എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഞാനും. അപ്പോൾ സോ ഐ ഡോണ്ട്, എന്താ പറയുക, അതിലെനിക്ക് ആ മൊമെൻറ്റിൽ ഓഫ് കോഴ്സ് നമ്മളൊരു 2ാം സ്ഥാനം ഒക്കെ ആകുമ്പോൾ വിഷമമൊക്കെ തോന്നും. പക്ഷേ അൾട്ടിമേറ്റ്ലി അത് എന്നെ സംബന്ധിച്ചോളം റിലീഫും കൂടെയാണ്, കഴിഞ്ഞല്ലോ എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ഇറ്റ്സ് 1-on-1. വേറെ നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് ജോബ് ചേട്ടൻ പിയാനോ പഠിക്കാൻ പോയി ചേത്തനയിൽ 3 കൊല്ലത്തേക്ക്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് സബാറ്റിക്കൽ. അവിടെ പോയിട്ട് എന്തുകൊണ്ടാണ് പിയാനോ പഠിക്കാൻ തീരുമാനിച്ചത്? വൈ നോട്ട് ഗിറ്റാർ ഓർ വൈ നോട്ട് വയലിൻ ഓർ എനിത്തിങ് എൽസ്? അല്ല, എനിക്ക് കീസ് വായിക്കാനൊരു ഫ്ലെയർ ഉണ്ട്, ഇഷ്ടമാണ് പണ്ട് മുതലേ. ഗിറ്റാർ ഭയങ്കര കേൾക്കാൻ ഇഷ്ടമാണെങ്കിലും വായിക്കാൻ തോന്നിയിട്ടുമില്ല, വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കീസിനോടൊരു പ്രത്യേക ഇൻട്രസ്റ്റ്, പിയാനോ വായിക്കണം, വായിച്ച് പാടണം. ആ സമയത്തൊക്കെ
അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളെ കാണുമായിരുന്നു, കേൾക്കുമായിരുന്നു. ഇപ്പോൾ റേ ചാൾസ് ആയാലും എൽട്ടൺ ജോൺ, ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകളൊക്കെ വായിച്ച് പാടുന്നതൊക്കെ വലിയ, ഇപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വായിച്ച് പാടണം എന്നുള്ളത്. ഭയങ്കര ഇറ്റ്സ് വെരി ടഫ്. യു ഹാവ് ടു റിയലി ബി ആൻ എക്സ്പേർട്ട് ഇൻ പിയാനോ, എന്നാലേ ഇപ്പോൾ പാടിക്കൊണ്ട് വായിക്കാൻ പറ്റുള്ളൂ. അത് കൊച്ചിലെ മുതലുള്ള ഒരു മസിൽ മെമ്മറിയുടെ ഭാഗം പോലെ ആവണം അത്. പക്ഷേ എന്തെങ്കിലും പഠിക്കണം. അപ്പം ലൈക്ക് കീബോർഡ്സ് പഠിക്കാം, അല്ലെങ്കിൽ പിയാനോ പഠിക്കാം. സ്റ്റീഫൻ ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഷോയിൽ. അപ്പോൾ അദ്ദേഹം ആണ് എന്നെ ചേതന മ്യൂസിക് അക്കാഡമിയിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത്, തോമസ് അച്ഛൻ്റെ അടുത്ത് ഒരു 3 കൊല്ലം. Why did you take that break and go? On the job ചെയ്യായിരുന്നില്ല? റിയാലിറ്റി ഷോ കഴിയുമ്പോൾ നമുക്കൊരു വലിയൊരു ഹൈപ്പെല്ലാം നാച്ചുറലി ഉണ്ടാകും. നിങ്ങൾക്കെല്ലാം അറിയാം, ഇത്രയും കൂടുതൽ പ്രേക്ഷകർ. അപ്പോൾ അതൊരു കരിയർ ബ്രേക്ക് എന്നതിലുപരി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം ആസ് എ മ്യൂസിഷ്യൻ നമുക്ക് ഒത്തിരി വളരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റിയാലിറ്റി ഷോയിലൊരു റണ്ണറപ്പ് ആയതുകൊണ്ടോ കുറേ പേര് അറിഞ്ഞുകൊണ്ടോ നമ്മുടെ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മളേറ്റവും നന്നായിട്ട് ചെയ്യണമല്ലോ. അതിന് പഠിച്ചേ പറ്റുള്ളൂ, കൂടുതൽ അറിയണം, കൂടുതൽ മ്യൂസിക് കേൾക്കണം. അപ്പോൾ ആ ഫെയിമിൽ അങ്ങനെ ക്യാരിഡായി പോയാൽ അതങ്ങനെ അങ്ങ് തീരെയുള്ളൂ. ബിക്കോസ് നെക്സ്റ്റ് ആഫ്റ്റർ 6 months അടുത്ത കണ്ടസ്റ്റൻസ് വരും, അത് കഴിഞ്ഞ് പിന്നെയും അടുത്ത കണ്ടസ്റ്റൻസ് വരും. സോ യു അങ്ങനെ ഒരു റെലവൻസ് ഉണ്ടാവില്ല. നമുക്ക് വേണമല്ലോ ആദ്യം തന്നെ ആസ് എൻ ആർട്ടിസ്റ്റ്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ആം ഐ റെലവൻറ്റ് ഇനഫ് എൻ്റെ മ്യൂസിക്? അപ്പോൾ അങ്ങനൊരു വാശി, അങ്ങനൊരു എന്താ പറയണ്ടേ, ആ ഒരു ക്രേവിങ്ങിലാണ് പഠിക്കാൻ തീരുമാനിക്കുന്നത്. ആൻഡ് ജോബ് ചേട്ടൻ ശരിക്ക് വേറെ വളരെ ചുരുക്കം ആൾക്കാർ സഞ്ചരിച്ചൊരു പാതയിൽ ഒരു ഭ്രാന്തനെ പോലെ അല്ല, എന്താ പറയുക, വെട്ടിത്തെളിച്ച് പോയതാണ് ഇൻഡി മ്യൂസിക് എടുക്കാൻ. അതിനുള്ള കറേജ് എങ്ങനെ കിട്ടി? ബിക്കോസ് ആ കാലത്ത് ഇപ്പോഴത്തെ പോലത്തെ പ്ലാറ്റ്ഫോംസ് ഒന്നുമില്ല. ഇൻഡി മ്യൂസിക് എന്നുള്ള ഒരു ടേം തന്നെ കേൾക്കാൻ തുടങ്ങിയത് വളരെ അടുത്ത കാലത്താണ്. അതെ, അന്നൊക്കെ എല്ലാവരും പറയുന്നത് ഈ സിനിമയിൽ കൂടുതൽ പാടണം, കിട്ടുന്ന അവസരങ്ങളൊക്കെ പാടണം, നീ വേണ്ട പോലെ അത് ഉപയോഗിക്കുന്നില്ല. ഒത്തിരി പേര് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും, ഒത്തിരി പേര്. പക്ഷേ എൻ്റെ ലക്കിലി ദാറ്റ് മൈ പാരൻസ്, എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഒരുപാട് നിനക്കൊരു വിഷനുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് എൻ്റെ ആഗ്രഹം അതായിരുന്നു. ഐ വാണ്ടഡ് ടു കമ്പോസ് ആൻഡ് സിങ്. അപ്പം സിനിമയിൽ പാടുന്ന സന്തോഷമാണ്, നല്ല പാട്ടുകൾ പാടുന്നതിൽ സന്തോഷം തന്നെയാണ്. പക്ഷേ ഐ വാണ്ടഡ് ടു ഈവൻ അതല്ലേ ദ ബെസ്റ്റ് ഫീലിംഗ് ഓഫ് എൻ ആർട്ടിസ്റ്റ്. നമ്മൾ ചെയ്യുന്ന പാട്ടുകൾ പ്രേക്ഷകർ തിരിച്ചിങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിനപ്പുറം ഒരു സംഭവമില്ല. ഞാൻ പല സ്റ്റേജുകളിലും കണ്ണ് നിറഞ്ഞിറങ്ങി പോകാറുണ്ട്. കാരണം വെച്ചാൽ ദാറ്റ്സ് വാട്ട് ഐ ഡ്രീംഡ് ഓഫ്, സിംഗിങ് മൈ സോങ്സ്. ഓഡിയൻസ് കൂടെ പാടുക, ഇപ്പോൾ പദയാത്ര അല്ലെങ്കിൽ ഭാവം അല്ലെങ്കിൽ താളം, ഇതെല്ലാം കുറേയെങ്കിലും പ്രേക്ഷകർ തിരിച്ചിങ്ങോട്ട് പാടി തരാറുണ്ട്. അപ്പോൾ ഞാൻ വാട്ട് ഐ ഡ്രീംഡ് വാസ് ദാറ്റ്, ലൈക്ക് പണ്ട് പോലെ നമ്മളിപ്പം ഒരു മൈക്കിൾ ജാക്സൺ ഫാൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ബീറ്റിൽസിൻ്റെ ഫാൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആർട്ടാണല്ലോ. അപ്പോൾ ഇവിടെയും നമുക്ക് അവിയലുണ്ടായിരുന്നു ആ സമയത്ത്. റെക്സാറ്റിനും നമ്മളെല്ലാവരും സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി അത് ചെയ്തു, ഒരു ആൽബം റിലീസ് ചെയ്തു. അതിൻ്റെ പ്രോസസ്സിലൊക്കെ നമ്മളൊക്കെ ഉണ്ട് അവിടെ ആസ് ഫാൻസ്, യുനോ. അപ്പോൾ അവിയൽ ഇറങ്ങുന്ന കണ്ടു, പാരലലിയാണ് താളം വരുന്നത് അത് കഴിഞ്ഞിട്ട്. അപ്പം ദേ ഹാവ് ലിറ്ററലി യുനോ നമ്മുടെ ആ സ്പാർക്കിനെ എലിവേറ്റ് ചെയ്ത ആൾക്കാർ അവർ തന്നെയാണ്. പിന്നെ ഓൾവേസ് ഐ വാണ്ടഡ് ടു ഡു ദാറ്റ് ആൻഡ് ഐ ജസ്റ്റ് നോട്ട് ടു ഡു ദാറ്റ്. അത് വേറൊന്നും അറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് ജോബ് ചേട്ടൻ തന്നെയാണ്. ബിക്കോസ് എൻ്റെ സോളിൽ ഇത്രയും ടച്ച് ചെയ്തിട്ടുള്ള സോങ്സ് വേറെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് താങ്ക് യു. ഇറ്റ്സ് ജസ്റ്റ് ഭാവം. ഇല്ല, ഭാവം ഇസ് സംതിങ് ദാറ്റ് ഐ റിലേറ്റ് ടു എ ലോട്ട്. ബിക്കോസ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അഹംഭാവം വരാറുണ്ട്. അപ്പൊക്കെ ഞാൻ അതിരുന്ന് കേൾക്കും. ഇന്ന് ആക്ച്വലി 4 മണിക്കൂർ കേട്ടിട്ടാണ് ഞാൻ വന്ന് കിടവിടെ. പക്ഷേ ഇറ്റ് ടച്ചസ് യുവർ സോൾ ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം യുവർ സോൾ. ഫോർ ഷുവർ. അതാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യ ആർട്ടിൻ്റെ ഏറ്റവും വലിയ സംഭവം. അതാണ് നമുക്കെന്താണ് പ്രേക്ഷകൻ്റെ അടുത്ത് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഐ എം ഡാം ഷുവർ ദാറ്റ് ഐ എം നോട്ട് കറപ്റ്റഡ് മൈസെൽഫ്. ഞാൻ കറപ്റ്റഡ് അല്ല. പക്ഷേ പാട്ട് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നിങ്ങളൊക്കെ പറയണം. ബട്ട് എൻ്റെ അറ്റംപ്റ്റും എൻ്റെ ഇൻറ്റൻറ്റും കറപ്റ്റഡ് അല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതങ്ങ് ചിലപ്പോൾ നമ്മൾ പലരും പറയും അങ്ങനെയല്ല, നിങ്ങൾ ട്രെൻഡ് ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പല സൈഡിൽ നിന്ന് വരും. പക്ഷേ ഐ കനോട്ട് ഡു ദാറ്റ്. ഐ ട്രൈ ടു ഡു ജസ്റ്റിസ് ടു മൈസെൽഫ് ഫസ്റ്റ്. ഞാൻ എന്നോട് തന്നെ ആണ് ചോദിക്കുന്നത്. അപ്പം ആ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രേക്ഷകർക്ക് മ്യൂസിക് മടുക്കാത്തടത്തോളം കാലം ഞാനത് തുടർന്നുകൊണ്ടേയിരിക്കും. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അതാണ് ആ ശ്രമത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ജോബ് കുര്യൻസ് 10. Can you tell us more about it? 10 എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ജോബ് കുര്യൻസ് 10 എന്ന് പറഞ്ഞാൽ 10 പാട്ടുകളുടെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ബയോപിക് പോലെ എന്ന് പറയാം. എൻ്റെ ഒരു ശ്രമമാണ്.
10 പാട്ടുകൾ ഒരു വൺ ആഫ്റ്റർ ദി അതർ ഒരു സ്റ്റോറി ടെല്ലർ പോലെ കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാനാ ശ്രമം. ഇതിൽ കുറച്ച് ഉദാഹരണം പറയാൻ പറ്റും. ഇറ്റ് ഈസ് 10 phases of your life. 10 songs, 10 emotions, 10 chapters of my life എന്നാണ് എൻ്റെ ഒരു ടാഗ് ലൈൻ പോലെ വെച്ചിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് പോയി കമ്പോസ് ചെയ്യുമല്ലോ, അതിങ്ങനെ ഹോൾഡ് ചെയ്ത് റീചെക്ക് ചെയ്ത് പല പ്രാവശ്യം റീചെക്ക് ചെയ്തിട്ട് ഇസ് ഇറ്റ് നോ സ്റ്റിൽ കണക്റ്റിംഗ് വിത്ത് മീ നോക്കി ഫിൽട്ടർ ചെയ്തെടുത്ത 10 പാട്ടുകളാണ് എന്നോട് തന്നെ. ബാക്കി നമ്മളോട് അങ്ങേയറ്റം സിൻസിയറായിട്ട് ചെയ്താൽ മാത്രമേ പ്രേക്ഷകനോട്ട് എത്താനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഞാൻ ഐ ട്രൈ ടു ഡു ദാറ്റ്. ആൻഡ് ഓരോ പാട്ടും എന്താ പറയുക, വേറെ വേറെ ഒരു സ്റ്റൈൽ ഓഫ് 10 ഇമോഷനാണ്. അപ്പോൾ 10 തരം പാട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഐ ഹവ് ടേക്കൺ എ ലോങ് ടൈം ടു ഡു ദാറ്റ്. ഒരു ഡ്രീം പ്രോജക്റ്റ് ആണല്ലോ. അപ്പോൾ അതുപോലെ കൊളാബറേഷൻസ് ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളെല്ലാം വരുന്നുണ്ട്. അപ്പം അങ്ങനെ സ്നീക്ക് പീക്ക് ഓൾസോ എപ്പോഴാണ് ഇത് വരുന്നത്? ബൈ ജൂലൈ റിലീസ് ചെയ്യണമെന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഹരീഷ് എന്തായാലും ഒരു പാട്ട് ഉണ്ട്. ആഫ്റ്റർ പദയാത്ര 10 yearsന് ശേഷം ഒരു പാട്ട് അദ്ദേഹം ഫീറ്റ് വരുന്നുണ്ട്. പിന്നെ റെക്സേട്ടൻ ഒരു പാട്ട് ഗിറ്റാർസ് ഉണ്ട്. പിന്നെ അച്യുത് ചായ മെട്ടോസിന് ഗിറ്റാറിസ്റ്റ് ഉണ്ട്. പിന്നെ രഘു ദീക്ഷിത് സിംഗിങ് എ സോങ് വിത്ത് മീ, കന്നഡ. പുള്ളി കന്നഡയിലും ഞാൻ മലയാളത്തിലുമായിട്ടൊരു പാട്ടുണ്ട്. അങ്ങനെ ഒത്തിരി. പിന്നെ എൻ്റെ ബാൻഡ് മേറ്റ്സ് ഉണ്ട്. എൻ്റെ ജൂപ്പിറ്റർ സ്ട്രിങ്സ്, കുറേ പേര്, ഒരു 10-40 കലാകാരന്മാർ വരുന്നുണ്ട്. കോറസും ഒത്തിരി. എന്താ പറയുക, ഒരു പാട്ട് എങ്ങനെ കേൾക്കണം അതിന് ഞാൻ ഒട്ടും തന്നെ പിശുക്ക് വരുത്താതെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ഞാൻ ചെയ്തിട്ടുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ടീം വാസ് വണ്ടർഫുൾ. ലിറ്ററലി എൻ്റെ മെയിൻ ഷൂട്ട് കഴിഞ്ഞു 10-11 തീയതിയിലായിരുന്നു, മാർച്ച്. ലിറ്ററലി ഞങ്ങളെല്ലാവരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു പിരിഞ്ഞതാണ്. അത്രയും ഒരു ഹാർട്ട് ഉണ്ടായിരുന്നു. സോ ഐ വാസ് വെരി ഹാപ്പി. നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു 10-50 പേര് ഒരു സെറ്റിലുണ്ടപ്പം എവിടെയെങ്കിലുമൊക്കെ ഒരു കല്ലുകടി നമ്മൾ പറയും, മനസ്സിലായില്ലേ? ഒരു ചെറിയൊരു വിഷമം, ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാകാതെ വി ഓൾ കുഡ് ഫിനിഷ് ദാറ്റ് സെഷൻ. അപ്പോൾ അതിൻ്റെ ഒരു എനർജി നിങ്ങളിലേക്ക് എത്താനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇറ്റ്സ് എ ടീം, ടോട്ടലി ഒരു കലക്കൻ ടീമായിരുന്നു. അപ്പം ഐ എം താങ്ക്ഫുൾ ടു ഈച്ച് വൺ ഓഫ് ദം. മോസ്റ്റ് ഓഫ് യുവർ സോങ്സ് കം ഫ്രം വൺ ത്രെഡ്. ഒരു ത്രെഡ് പിടിച്ചിട്ടാണ് ദെൻ യു ക്രിയേറ്റ് ദ സോങ്. സോ വാട്ട് ഡസ് യുവർ കോമ്പോസിഷൻ പ്രോസസ് റിയലി ലുക്ക് ലൈക്ക്? ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഒരു ലൈഫ് ഇൻസ്പയർഡ് സംഭവമായിരിക്കും എൻ്റെ മിക്ക പാട്ടുകളും. എൻ്റെയോ എൻ്റെ കൂട്ടുകാരുടെ കഥകളോ അല്ലെങ്കിൽ എത്ര അടുത്ത ആൾക്കാരുടെ എക്സ്പീരിയൻസ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം ഉറപ്പായിട്ടും അതിനകത്തൊരു വിഷ്വൽ ലാംഗ്വേജ് എന്തായാലും ഉണ്ട് മനസ്സിൽ. ചിലപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും ഒരു ഹുക്ക് ലൈൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഒരു മെലഡി സ്ട്രൈക്ക് ചെയ്യുന്നത്. അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. പിന്നെ വീട്ടിൽ പോയി സ്റ്റുഡിയോയിൽ പോയിരുന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ദെൻ സം വേർഡ്സ് മൈ പോപ്പ് അപ്പ്. അപ്പം നമുക്ക് കിട്ടും അത് കുറച്ച് വാക്കുകൾ അവിടെ ഇവിടെയും. മൊത്തത്തിലൊരു എന്താ പറയുക, ഇന്നതാണ് ആദ്യം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ട്യൂൺ പ്രോപ്പർലി അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് ലിറിസിസ്റ്റിനടുത്ത് പോകുന്നു. എങ്ങനെയൊരു ചന്ദ്രശേഖരൻ ചേട്ടൻ ഒത്തിരി പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി അടുത്ത് പോകും. അല്ലെങ്കിൽ ഞാനും ആതിരയും വൈഫും എഴുതും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരിക്കും. അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചുള്ളൊരു പ്രോസസ്സാണ്. പാരലായിട്ട് എൻ്റെ അറേഞ്ച്മെൻറ്റ്സും സ്റ്റാർട്ട് ചെയ്യും. ഒരു വിഷ്വൽ എന്തായാലും ഒരു ഇൻഫ്ലുവൻസ് മേജറായിട്ടുണ്ട്. ഞാൻ കുറേ ഇമേജസ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കാണും. അപ്പോൾ അത് കൊണ്ടുവരാനുള്ളൊരു ഡെസ്പറേറ്റ് അറ്റംപ്റ്റാണ് നമ്മുടെ പരിമിതിക്കകത്ത് നിന്ന് കേട്ടോ. നമ്മുടെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപയൊന്നുമില്ല ചിലവാക്കാനൊന്നും. അപ്പം എത്രയും മിനിമലായിട്ട് നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ആക്ച്വലി അത് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സാധനം കൊണ്ട് മാത്രമേ ഒരു ഐഡിയ കൺവേ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി ഇല്ല. ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ ധാരാളമാണ്. യു ക്യാൻ ഷൂട്ട് എ മ്യൂസിക് വീഡിയോ. അല്ലെങ്കിൽ ഗോപ്രോ. ഇപ്പോൾ എന്താവോ നിങ്ങൾ കണ്ടാണ്, അതൊരു ഗോപ്രോയിൽ ചെയ്തതാണ് മൊത്തം. അത് ചന്ദ്രകാന്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറും ജോഷി ഡാനിയലാണ് അതിൻ്റെ DOP. ഞങ്ങൾ 3 പേരും പിന്നെ അർജുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പയ്യനുണ്ട്. അത് ഫഹദിൻ്റെ എന്താ പറയണ്ടേ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇരുന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് യാത്ര ചെയ്തു 1.5 വർഷം എടുത്തിട്ട് ചെയ്തതാണ് എന്താവോ. അപ്പോൾ അതിൽ ചിലവായിട്ട് അവരാരും പൈസയൊന്നും മേടിച്ചില്ല. എല്ലാവർക്കും അറിയാം ഇത് എങ്ങനെ വരുമെന്ന് അറിയില്ല. പക്ഷെ റിയലി എന്താ പറയുക, നടക്കും അങ്ങനെ അപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ള വിഷ്വൽസ് ഞാൻ ഷെയർ ചെയ്യും. അവരവരുടെ കാര്യങ്ങൾ പറയും. അങ്ങനെ ഒരു ബാലൻസിലെത്തിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും ഞാനൊരു സ്റ്റോറി ടെല്ലിങ് ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ മ്യൂസിക്കിലൂടെ ഒരു കഥ അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു ഇമോഷൻ
അപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ ഒത്തിരി ഉണ്ടാവും കേട്ടോ. വീഡിയോസ് ചില സമയത്ത് ഞങ്ങൾ തന്നെ പറയും ചേടാ ഇത് അങ്ങനെ ചെയ്യായിരുന്നു നമ്മൾ. പക്ഷേ അൾട്ടിമേറ്റ്ലി പാട്ട് പ്രേക്ഷകരിലേക്ക് എത്തുക, അതിൻ്റെ ഐഡിയ, അതിൻ്റെ ഫീൽ, ഇമോഷൻ എത്തുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പരിമിതിക്കകത്ത് ബട്ട് ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ ഇന്ത്യ ആർട്ടിസ്റ്റിന് അറിയാം ഫിനാൻഷ്യലാണ് അതിൻ്റെ അത് മെയിൻ എന്താ പറയണ്ടത്. നമ്മൾ കുടുങ്ങിപ്പോകും ചിലപ്പോഴൊക്കെ, കടത്തിന് മുകളിൽ കടവും ഒക്കെ ആയിട്ട് പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെയാണ് തിരക്കേടില്ലാണ്ട് എന്താ പറയുക ന്യൂട്രലായിട്ടൊക്കെ പോകുന്നതെന്ന് പറയാം. ഇപ്പം അടുത്ത കട ഏകദേശം ആയിട്ടുണ്ട്, ഈ 10 കൂടി പിന്നെയും അപ്പോൾ ഇനി ഒന്നേന്ന് പൊങ്ങി വരണം. ബട്ട് ദീസ് ഡേയ്സ് അറ്റ്ലീസ്റ്റ് എന്താ പറയുക സ്പോട്ടിഫൈ ഈ ഓഡിയോ പ്ലാറ്റ്ഫോംസിൽ നിന്ന് നമുക്ക് അത്യാവശ്യം റവന്യൂ ഉണ്ട്. പിന്നെ കോൺസേർട്ട്സ് ഹാപ്പനിങ് ആണ്, നിങ്ങൾ കാണുന്നതാണ്. നമുക്കൊക്കെ പല സ്റ്റേജുകളും പെർഫോം ചെയ്യാൻ കിട്ടുന്നുണ്ട്, പോസ്റ്റ് കോവിഡ് എസ്പെഷ്യലി. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക തിരിച്ച് നമ്മൾ അതിലേക്ക് പിന്നെയും ഇടാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രോസസ്സ്. എന്താ പറയുക പൈസ വരിക, കട എടുക്കുക, പിന്നെ പോയി ഫില്ല് ചെയ്യുക ഇത്. പക്ഷേ 20 years ഐ എം ഡൂയിങ് ദിസ് ആൻഡ് ഐ എം റിയലി ഹാപ്പി. ഇപ്പം നിങ്ങൾ പലരും നമ്മുടെ പാട്ടുകളെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ ആസ് എ ക്രിയേറ്റർ വാട്ട് എൽസ് ക്യാൻ ആസ്ക് ഫോർ? ഞാനൊന്നും വേറെ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ജീവിച്ച് പോയാൽ മതി. തിരക്കേടില്ലാത്തൊരു സാഹചര്യമുണ്ട്, അപ്പോൾ അത് തന്നെ മതി. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് ഈ റൂട്ട് പിടിക്കണ്ടായിരുന്നു പ്ലേ ബാക്ക് സിംഗിങ്? ഒരിക്കലില്ല. ഞാൻ ഇതിലാണ് വന്നത്, ഇതിനാണ് ഞാൻ പണിയെടുത്തത്, ഇതാണ് ഇനി ചെയ്യുക. പക്ഷേ പ്ലേ ബാക്കിൽ നല്ല മ്യൂസീഷ്യൻസ് കൂടെ വർക്ക് ചെയ്യുമ്പോൾ സന്തോഷമാണ്. ഞാൻ ഐ ഡോണ്ട് കൺസിഡർ മൈസെൽഫ് ആസ് എന്താ പറയുക ഭയങ്കര ഒരു എഫക്റ്റീവ് എഫിഷ്യൻറ്റ് പ്ലേ ബാക്ക് സിംഗർ അല്ല. ഞാൻ ഒത്തിരി പരിമിതിയുള്ള, എന്നാൽ എൻ്റെ മൂഡ് ഒത്തിരി പ്രശ്നമാണ്. അപ്പോൾ പ്ലേ ബാക്ക് സിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുക, ഡെലിവറി ചെയ്യുക, പോരുക, അത്രയ്ക്കും മറ്റേ ബാങ് ഓൺ ആയിരിക്കണം. നമ്മുടെ മൂഡ് സ്വിങ്സും ഒക്കെ പോയി ചെന്ന് സ്റ്റുഡിയോയിൽ ചെന്ന് ഇങ്ങനെ ശരിയാവില്ല എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് നോട്ട് ഫെയർ, ബിക്കോസ് ദെയർ ടൈം ഈസ് വേസ്റ്റഡ്. അപ്പം ഞാൻ ഭയങ്കര പുറകോട്ട് ഓടി മാറുന്ന ആളാണ്. പക്ഷേ ഈ പറയുന്ന എല്ലാ മ്യൂസീഷ്യൻസും എൻ്റെ കുറവുകൾ, ഇങ്ങനത്തെ കുറവുകളൊക്കെ മനസ്സിലാക്കി പേഷ്യൻ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ് നിങ്ങൾ കേൾക്കുന്ന. മാണിക്കച്ചെറുള്ളതായിക്കോട്ടെ, ആരാണ് ആയിക്കോട്ടെ, ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പോൾ പള്ളിച്ചട്ടമ്പിയിലും പ്രതിച്ഛായയിലൊക്കെ വരെ പാടിയിട്ടുണ്ട്. അപ്പം ഐ താങ്ക് ദ മ്യൂസിക് ഡയറക്ടേഴ്സ് ഫോർ ദ പേഷ്യൻ്റ് അപ്രോച്ച് എന്ന് ഞാൻ പറയും. അപ്പോൾ പക്ഷേ മൈ ഹാർട്ട് ഇസ് ഓൾവേസ് ഹിയർ. ദ അതർ വൺ ഇസ് ഓൾസോ എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ ഐ എം നോട്ട് ദാറ്റ് ഡെസ്പറേറ്റ് ഓൾസോ. നമുക്ക് നമ്മുടെ ആഗ്രഹം ഇങ്ങനെ ഇപ്പുറത്ത് ഇന്ത്യൻ സൈഡിൽ ഇങ്ങനെ കിടക്കും. മറ്റേത് കിട്ടുമ്പോൾ ബോണസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല പാട്ട് കിട്ടിയാൽ അത്രയും സന്തോഷം. കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. മിനിമം എനിക്ക് ആ പാട്ടുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ പിന്നെ അവരുടെ സമയം വേസ്റ്റ് ചെയ്ത് നമുക്ക് സത്യസന്ധതയും കിട്ടില്ല, ചെയ്യാൻ പറ്റില്ല ഫുൾ ഹാർട്ടിൽ. പിന്നെ എല്ലാം കൂടെ ഒത്തു വരുമ്പോൾ പാട്ടുകളുടെ എണ്ണം കുറയാറുണ്ട്, പക്ഷെ ചില നല്ല പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ട്. സോ പ്ലേ ബാക്ക് ഇസ് ഇൻട്രസ്റ്റിംഗ് ബട്ട് ബിറ്റ് സ്ട്രെസ്ഡ്, ടെൻഷനാണ്. ബാക്കി കുറേ പേരുടെ കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ മാത്രം കാര്യമല്ല. ഇന്ത്യ ആകുമ്പം നമ്മുടെ ഇഷ്ടം, നമ്മുടെ സാവകാശത്തിൽ നമുക്ക് പതുക്കെ ചെയ്യാം. നമ്മളോട് പറഞ്ഞാൽ മതി, നഷ്ടമായാലും ലാഭമായാലും. അപ്പോൾ പക്ഷേ ഇച്ചിരി മടിയൊക്കെ വരും. മടി മാത്രമല്ല, നമ്മൾ ഓവർ ക്രിട്ടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതൽ നേരം കേട്ട് അവസാനം എന്താണ് സംഭവിക്കുന്നത് പോലും മനസ്സിലാകത്തില്ല. അപ്പം അങ്ങനെയുള്ള ഇറ്റ്സ് എ ബാലൻസ്. പ്ലേ ബാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ മോർ മൈ ഹാർട്ട് ഇസ് ടോട്ടലി ഇൻ ടു ദിസ് എന്ന് പറയാം. ദർ ആർ ദീസ് സോങ്സ് കണ്ണോട് കണ്ണായിടാം, അതൊക്കെ റിലീസ് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് അതിന് കത്തിത്തിളങ്ങാറുള്ളത്. ഡസ് ഇറ്റ് എഫക്റ്റ് യു? ഡു യു ഫീൽ ഡിസപ്പോയിൻറ്റഡ് ദറ്റ് എന്തുകൊണ്ടാണ് എസ്പെഷ്യലി അത് ഇറങ്ങിയ സമയത്ത് ലൈക്ക് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയോ എന്തെങ്കിലും? സോ ഡു യു ഗെറ്റ് ഓവർലി ക്രിട്ടിക്കൽ അബൌട്ട് യുവർ സെൽഫ്? ഹൗ ഡു യു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്? ഞാൻ സത്യം പറഞ്ഞാൽ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ടോട്ടലി ഡിസ്കണക്റ്റഡ് ആവാൻ നോക്കാറുണ്ട്. ഉറപ്പായിട്ട് നമ്മൾ നോക്കും എത്ര പേര് കാണുന്നുണ്ട്, ഷെയർസൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ അത്ര ബോധേഡല്ല. കുറച്ച് കഴിഞ്ഞ് ഞാനങ്ങ് വിട്ടുപിടിക്കും. കാരണം അതേ അതാണ് അതിൻ്റെ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മളതിലൊരു കൂടുതൽ സത്യം പറഞ്ഞാൽ പാട്ട് ഇറങ്ങുന്നവരെ പ്രസവ വേദന പോലെയാണെന്ന് ഞാൻ എപ്പോഴും പറയും. ഭയങ്കര പ്രസവിച്ചിട്ടില്ലെങ്കിലും ബട്ട് ദ പെയിൻ ബിഹൈൻഡ് ദാറ്റ് ഇസ് ലൈക്ക് സംതിങ് ലൈക്ക് ദാറ്റ്. ഭയങ്കരമാണ്. അത് വിട്ടുകൊടുക്കാനും ഒരു പൊസസീവ്നെസ്സും ഒക്കെ ഉണ്ട്. പ്രേക്ഷകനിലേക്ക് ആ പാട്ട് പോയാൽ പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെ രാഗി മിനുക്കിക്കൊണ്ടിരിക്കും. ചില സമയത്ത് അത് കൂടിപ്പോവും. കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കാന്നൊക്കെ ചൊല്ലുന്നുണ്ടല്ലോ, അതുപോലെയൊക്കെ ആവും. അപ്പം എന്തായാലും ലെറ്റ് ഗോ ബട്ടൺ ഉണ്ട്. എവിടെ വരണം നമ്മൾ പ്രസ് ചെയ്യാതെ രക്ഷയില്ല. അല്പം പൊസസീവൊക്കെ ആവും ഇതിൻ്റെ നമ്മുടെ ക്രിയേഷൻ പ്രോസസ്സിലൊക്കെ.
അപ്പം അങ്ങനെ എന്തോ പറഞ്ഞൊന്ന് വിട്ടുപോയി. അല്ല, ഞാൻ ചോദിച്ചത് ഡു യു ഗെറ്റ് ഡിസപ്പോയിന്റഡ് ആൻഡ് ഇഫ് ഇല്ല ഇല്ല, സോ യു ഡോണ്ട് ഗെറ്റ് ഡിസപ്പോയിന്റഡ്. പക്ഷേ പാട്ടുകളുടെ ഇടയിൽ കുറേ കൊല്ലങ്ങൾ വരാറുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ഐ തിങ്ക് യു ആർ എ പെർഫെക്ഷനിസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനും അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് എനിക്ക് ഇത് പറയേണ്ട കാര്യങ്ങളാണോ. ഓൾസോ ഐ ഹവ് ഹേർഡ് ദറ്റ് യു ഡു നോട്ട് വോണ്ട് ടു ടോക്ക് അബൌട്ട് നെഗറ്റീവ് ഇമോഷൻസ് ഒരിക്കലും പാട്ടിൽ പ്രകടിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് കേട്ടിട്ട്. ഞാൻ ചിന്തിക്കുന്നത് ഇത്ര എല്ലാവരും പല ടെൻഷനിൽ കൂടെ പോകല്ലേ, അപ്പം നമ്മളായിട്ടൊരു അധികം ടെൻഷൻ എന്തിനാ കൊടുക്കുന്നെന്നുള്ളൊരു നമ്മുടെ തന്നെ നല്ല എന്താ പറയുക അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന മ്യൂസിക് ഓഡിയൻസിന് കൊടുക്കാം എന്നുള്ളൊരു. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. നമ്മളിപ്പം എന്ത് ഇമോഷൻ ആയാലും എന്താ പറയുക ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നത് അടിപൊളി മെത്തേഡാണ്. പക്ഷേ ഇതുവരെ ഞാൻ ഫോളോ ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ ചില മാക്സിമം ഡിസപ്പോയിൻ്റ് ചെയ്യാതെ ചെയ്യാം എന്നുള്ള, ഓഡിയൻസിനെ അവരുടെ ഒരു മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ ചെയ്യാം എന്നുള്ളൊരു എന്താ പറയുക അങ്ങനത്തെ പാട്ടുകൾ പുറത്തേക്ക് വിടാം എന്നുള്ളൊരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. മേ ബി ഇൻ ദിസ് മേ ബി ഡിഫറെൻറ്റ് ആസ് വെൽ. ടോപ്പ് 10 is there going to be ഈ ഡാർക്ക് ഇമോഷൻസ് ഉണ്ട്. അതിൽ ഒരു പാട്ട് ആനന്ദധാര എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാറിൻ്റെ ഒരു കവിതയുണ്ട്. ഇറ്റ്സ് എ വെരി പാത്തോ ലോസ്റ്റ് ലവ് ആണ്, മൊത്തം ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു റൈറ്റിംഗ് ആണ്. അപ്പോൾ അത് എൻ്റെ അടുത്ത് നെടുമുടി വേണമെങ്കിൽ കമ്പോസ് ചെയ്യാൻ ഏൽപ്പിച്ചത്. അദ്ദേഹം കുറച്ച് കാലം മുമ്പ് പറഞ്ഞ് ജോബ് സമയം പോലെ ഇതൊന്ന് ട്യൂൺ ചെയ്യണം. അപ്പോൾ അങ്കിള് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഇത് കേൾപ്പിക്കാൻ പറ്റിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. അപ്പോൾ ഈ പ്രോജക്റ്റിൽ ഐ ഹവ് ഇൻക്ലൂഡഡ് ദാറ്റ് സോങ്. പുള്ളിയുടെ ബാലേന്ദ്രൻ സാറിൻ്റെ പെർമിഷൻ ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എന്താ പറയുക നല്ലൊരു കവിതയാണ്, അസാധ്യ എഴുത്താണ്. ഐ ട്രൈ ടു ഡു ജസ്റ്റിസ് ടു ദാറ്റ്. അതൊരു ഭയങ്കര എന്താ പറയുക ഡിപ്രസീവ് ഒരു ട്രാക്കാണ്, ഒരു ലോസ്റ്റ് ലവ്. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ട്. നമുക്ക് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര വിഷമമുള്ളൊരു പാട്ടാണ്. ഞാൻ ആക്ച്വലി എനിക്ക് വിഷമം തോന്നുമ്പോൾ ജോബേട്ടൻ്റെ പാട്ടുകളാണ് കേൾക്കാറ്. ഈയിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഇങ്ങനെ റിപ്പീറ്റിൽ കേട്ടുകൊണ്ടിരുന്നത് കാവലായി, വിച്ച് ഇസ് യുനോ ലൈക്ക് എനിക്ക് എന്തോ സംതിങ് അബൌട്ട് ദാറ്റ് വോയിസ്, സംതിങ് അബൌട്ട് ദാറ്റ് ഇമോഷൻ, യുവർ വോയിസ് ഓൾവേസ് കണക്ട്സ്. വാട്ട് ഈസ് സം സോങ് ലൈക്ക് ദാറ്റ് ഫോർ യു? മൂഡ് ഔട്ട് ആവുമ്പോൾ ഡൗൺ ആവുമ്പോൾ എന്ത് സോങ്സ് ആണ് കേൾക്കാറ്? ഞാൻ സത്യം പറഞ്ഞാൽ യാത്ര ചെയ്യുമ്പോഴാണ് പാട്ടുകൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. വീട്ടിലിപ്പം ഒരു റൊട്ടീൻ പുതിയ എന്ത് കിട്ടിയാലും കേൾക്കാനുള്ളൊരു മനസ്സാണ്. ഒന്നിൽ തന്നെ ഹുക്ഡായിട്ട് ഞാനങ്ങനെ നിൽക്കാൻ നോക്കില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ലേണിംഗ് ആസ് വെൽ. ലൈക്ക് ആസ് മ്യൂസീഷ്യൻസ് വി കനോട്ട് ജസ്റ്റ് ഗെറ്റ് ഹുക്ക് ടു സംതിങ് ആൻഡ് ഗെറ്റ് സ്റ്റക്ക് ദെയർ. നമ്മൾ മൂവ് ചെയ്തേ പറ്റുള്ളൂ, കേട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ സമയത്ത് ഓരോ ക്രൈസിലോട്ട് പോകും. പിന്നെ അതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ലൈക്ക് ഞാൻ ഹാർഡ് കോർ സ്റ്റിങ്ങിൻ്റെ ഫാനാണ്. സ്റ്റിങ് പഴയ ആർട്ടിസ്റ്റാണ്, പക്ഷെ ഈസ് ബീൻ ഡൂയിങ് വാട്ട് ഐ വാണ്ടഡ് ടു ഡു. എന്താ പറയുക വർഷങ്ങളായിട്ട് പുള്ളി സ്റ്റോറി ടെല്ലറാണ്. പിന്നെ ഓഫ് കോഴ്സ് കോൾഡ് പ്ലേ, ജെയ്മി കള്ളം, ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര്, പുതിയ ജോൺ മയർ, ഇങ്ങനെ വലിയൊരു ലിസ്റ്റുണ്ട് ബാൻഡ്സും. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി ഫ്രഷ് ലൈക്ക് എന്താ പറയുക ഇപ്പം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടല്ലോ. ഇപ്പം ഗോപി ആയാലും ഓഫ് കോഴ്സ്. പിന്നെ റക്സാട്ടിൻ്റെ പാട്ടുകളൊക്കെ നമുക്ക് എപ്പോഴും ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് ആണ്, എപ്പോൾ കേട്ടാലും സെറ്റാവും. ഒത്തിരി പേര്. പിന്നെ ഞാൻ ഒരു പക്കാർ എന്താ പറയുക ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ ഒത്തിരി 80s 90s ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എല്ലാം തുറന്ന് കേൾക്കും. അപ്പോൾ ഇന്നതൊന്നുമില്ല. ഐ ട്രൈ ടു ലിസൺ ടു വാട്ട് എവർ ഐ ഫൈൻഡ് ഔട്ട്. പിന്നെ കുറേ ചിലപ്പോൾ എവിടെയെങ്കിലും ഹുക്ഡ് ആവും, അത് കുറച്ച് ദിവസം കേൾക്കും, പിന്നെ വിടും. And there are times when you take a break from everything. Why do you think that is important for an artist? കാരണം വെച്ചാൽ അത് ഓരോരുത്തർ, ചിലർ ഭയങ്കര വർക്കഹോളിക്സ് ആയിരിക്കും. ചിലർക്ക് രാവിലെ മുതൽ സ്റ്റുഡിയോയിൽ ഇരിക്കാൻ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. എത്ര മണിക്കൂർ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ എനിക്കറിയാം. കണ്ടിന്യൂസ് അവർക്കതൊരു എന്നെ സംബന്ധിച്ചോളം റെസ്റ്റ്ലെസ് ആണ്. 15 മിനിറ്റ് ഇപ്പം തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഈ കാലിനൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നനക്കാത്തത്, അല്ലെങ്കിൽ ഇത് നനയ്ക്കാതെ മെനിസ്കസ് ടെയർ വന്നിരിക്കാം, മുട്ട് സർജറി ചെയ്യണം. അപ്പം എനിക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നത് പറ്റില്ല. അപ്പോൾ 15 മിനിറ്റ് ആയിരിക്കും, പിന്നെ അപ്പുറത്തോടെ പോകും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ട്രൈ ടു ഇപ്പോൾ യാത്ര ചെയ്യാൻ, മനുഷ്യരെ ഒത്തിരി ഇടപഴകാൻ, ഞാൻ ഭയങ്കര സോഷ്യലൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് അവിടെ നിന്നൊക്കെയാണ് ഓരോ അനുഭവങ്ങളും പലരുടെ ജീവിതങ്ങളും. ഐ ലൈക്ക് ടു മിങ്കിൾ. അപ്പോൾ യാത്രകൾ ഒത്തിരി ഇഷ്ടമാണ്. അതൊക്കെ എൻ്റെ ഒരു ലേണിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അങ്ങനെ ഇമോട്ട് ചെയ്ത് എന്നിലേക്ക് അത് കൊണ്ടുവരാൻ, അത് മ്യൂസിക്കിൻ്റെ ഷേപ്പിലേക്ക് എത്തിക്കാനാണ് എൻ്റെ ഒരു ശ്രമം.
അപ്പോൾ യാത്രകൾ മെയിൻലി. ഓൾസോ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇടയ്ക്ക് ഒരു വീക്കിന്റെ ബ്രേക്ക് എടുത്തിട്ട് യു ഗോ ടു യുവർ ഹൗസ് ഇൻ ദ ഹിൽസ് ആൻഡ് സിറ്റ് ദേർ, അതൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? വൈ ഡു യു ഡു ദാറ്റ്? അല്ല, എല്ലാവർക്കും ഒരു കട്ട് ഓഫ് ഒക്കെ നല്ലതാണ്. പക്ഷെ എനിക്ക് കൂടുതൽ പറ്റില്ല കേട്ടോ. ഞാനൊരു വീട്ടിൽ നിന്നൊക്കെ ഞാൻ പറയും, ഞാൻ ഇനി കുറച്ച് കാലത്തേക്ക് എന്നെ കാണണ്ട, പ്രതീക്ഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ജാടയിലൊക്കെ പോകും. 2 ദിവസത്തിൽ കഴിഞ്ഞു, പിന്നെ റീചാർജ് വേണം. തിരിച്ച് വീട്ടിൽ വരിക, പിള്ളേരെ കാണുക, ഭാര്യയെ കാണുക, അല്ലെ അച്ഛനമ്മയൊക്കെ കാണുക, ഫ്രണ്ട്സിനെ കാണുക. ഇല്ലാതെ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കൊക്കെ എനിക്ക് അത്രയൊക്കെ ബ്രേക്ക് പറ്റുള്ളൂ. ഒരു 2 ദിവസം മാക്സിമം. മനുഷ്യരെ കാണാതെ എനിക്കത് കൂടുതൽ പറ്റില്ല. പക്ഷേ ഇപ്പോൾ കുട്ടിക്കാനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, കുട്ടിക്കാനം ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ ഞാൻ അവിടെ ഒരു എൻ്റെ വൈഫ് പറഞ്ഞു ചിന്ന വീട് സെറ്റ് ചെയ്തിട്ട് വേറെ രീതിയിൽ എടുക്കണ്ട, ഒറ്റയ്ക്കുള്ള ചിന്ന വീടാണ്. അപ്പോൾ അവിടെ ഒരു വീട്, ഒരു 1 BHK റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പോയിരിക്കും. കഴിഞ്ഞ 3 വർഷമായിട്ടുണ്ട്. മാസത്തിലൊരു 5-6 ദിവസം ഞാൻ പോയി ഇരുന്ന് ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുക, പിന്നെ നടക്കുക. അവിടുത്തെ ആൾക്കാരെയൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവിടെ വേറൊരു കൾച്ചറും ലൈഫ് സ്റ്റൈലും നല്ല രസമാണ്. അവിടെ മരിയൻ കോളേജ് അറിയാമായിരിക്കും. അവിടെ അവിടുത്തെ ക്യാമ്പസിൽ നടക്കാൻ പോകും. അവിടുത്തെ പിള്ളേരൊക്കെ വരും, ഫോട്ടോ ഒക്കെ എടുക്കും. ഞങ്ങൾ ഹാപ്പി ആയിട്ട് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു വയ്ക്കും. ഐ റിയലി ലൈക്ക് ദാറ്റ് ഷിഫ്റ്റ്. എല്ലാത്തിനും ഈ പറഞ്ഞ മൊണോട്ടണി എന്ന് പറയുന്നൊരു എല്ലാ മനുഷ്യർക്കും അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറി മാറി ചിന്തകളും ഒക്കെ പോകുന്നത് നല്ലതാണ്. പുതിയ മനുഷ്യരെ കാണുക, അപ്പം കുറേ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഡസ് യുവർ ക്രിയേറ്റിവിറ്റി ഗെറ്റ് റീജുവിനേറ്റഡ്? കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ഉറപ്പായിട്ടും പറ്റുമല്ലോ. നമ്മൾ നമ്മുടെ തന്നെ ഷെല്ല് പൊളിച്ച് പുറത്തു പോകുമ്പം ഒത്തിരി യു ടെൻ ടു ബിക്കം മോർ കണ്ടന്റ് ഇൻ ലൈഫ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഒത്തിരി പേരുടെ ജീവിതങ്ങൾ കേൾക്കുമ്പോഴാണ്, അടുത്തറിയുമ്പോഴാണ് നമ്മളറിയുന്നത് നമുക്കൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ഒരു ട്രെയിൻ യാത്രയിലായാലും നമ്മൾ ഒത്തിരി പേരെ പരിചയപ്പെടുമല്ലോ. അപ്പം കുറേ പേര് നമ്മുടെ അടുത്ത് കഥകൾ പറയും. ചിലർ എന്താ പറയുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നമ്മൾ വല്ലാണ്ട് വറീഡായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഭീകര ഒരു സാധനം കേൾക്കുന്നത്. എന്നിട്ട് അയാൾ പുല്ല് പോലെ ജീവിച്ചു പോകുന്നതാണ് നമ്മളോട് എന്ന് പറയാം, നാണമില്ലല്ലോടാ ഇങ്ങനെ ബോധത്തെ കുറിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വി ട്രൈ ടു ഗെറ്റ് ബെറ്റർ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ജീവിതങ്ങൾ കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എനിക്കൊന്നൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കഴമ്പുണ്ടാവുക എന്നൊക്കെ പറയത്തില്ല, നമ്മൾ പറയത്തില്ല, ഡീപ്പർ തോട്ട്സിലോട്ട് പോകാനൊക്കെ ഒത്തിരി സഹായിക്കും. മറ്റേത് ഭയങ്കര ഷാലോ ആവും. നമ്മൾ ഭയങ്കര ഒരു ഫാസ്റ്റ് ഫുഡ് ഫോർമുലയിലോട്ട് പോകും ആർട്ടിസ്റ്റുകളൊക്കെ. എന്നുവെച്ചാൽ ഓക്കെ ഹാപ്പി വൈബ്സ് ആണ് ആവശ്യം, അപ്പോൾ കുറച്ച് ഹാപ്പിനെസ്, ഒരു ചാക്കിൽ പൊട്ടിച്ച് കുറച്ച് ഹാപ്പി വൈബ്സ് ഇടാം. അങ്ങനെയല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും യു ഷുഡ് ഫീൽ ഇറ്റ്. അപ്പോൾ അത് അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു കോറായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു. അത് നമ്മുടെ എക്സ്പീരിയൻസ് മാത്രമല്ല, ബാക്കിയുള്ളവരുടെ പെർസ്പെക്റ്റീവ്. അത് അങ്ങനെയാണല്ലോ. നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഫോർച്യുനേറ്റ് ഉണ്ട്. വി ഓൺലി സീ ഫ്രം ആർ പെർസ്പെക്റ്റീവ്. അതെ അതെ അതെ. മറ്റേത് വേറെ ആംഗിൾസ് കിട്ടും. അപ്പോൾ അതൊക്കെ ഒത്തിരി തിരിച്ചറിവുകൾക്ക് ഇടയാകാറുണ്ട്. ഞാനിപ്പം 10-ലൊരു പാട്ടുണ്ട്, നൗക എന്ന് പറഞ്ഞൊരു പാട്ട്. നൗക ബോട്ട് ഓഫ് ലൈഫ്, ബോട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കുട്ടനാട്ടിൽ കൂടെ അവിടുത്തെ പബ്ലിക് ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. ഞാനും പുള്ളിക്കാരുമുണ്ട്. അപ്പം യാത്ര ചെയ്ത് 2-2.5 മണിക്കൂർ എൻ്റെ നാടായ കൈനഗിരി എന്ന സ്ഥലം, നമ്മുടെ ഫാദറിൻ്റെ സ്ഥലം. അങ്ങോട്ടേക്ക് പബ്ലിക് ബോട്ടിൽ പോകുന്ന സമയത്ത് ഒരു കണ്ടക്ടർ, ഒരു ബോയ് വന്നിരുന്ന് കുറേ നേരം ചേട്ടാ പാട്ടുകൾ സംസാരിച്ച് പുള്ളി ഭയങ്കര പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും പുള്ളിയുടെ വിഷമങ്ങളും എല്ലാം പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ്, ചേട്ടാ വിശപ്പല്ലേ മുഖ്യം, എനിക്ക് സന്തോഷമാണ്, ഇന്നൊരു ദിവസം തികഞ്ഞ് കിട്ടിയാൽ. അങ്ങനെയാണ് പുള്ളിയുടെ ലൈഫ് പോകുന്നത്. പക്ഷേ ഹി ഫൈൻഡ്സ് ഹാപ്പിനെസ് ഇൻ ദാറ്റ് ജേർണി. ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര മനുഷ്യരെ കാണുന്നതിലും അതിൽ നിന്ന് കിട്ടുന്നൊരു റവന്യൂ ഈസ് ഹാപ്പി. പുള്ളി പറയാം, എനിക്ക് അവിടെ നിന്ന് വിട്ട് പോകാനും തോന്നുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഭയങ്കരമായിട്ട് എന്നെ അത് സ്ട്രൈക്ക് ചെയ്തു. എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ഇത് വരുമ്പോഴേ വറീഡാവുകയും. സോ ദാറ്റ് ഐ ഫൊഗോട്ട് ഹിസ് നെയിം. ഞാൻ സത്യം പറഞ്ഞ ഇത്തവണ ഈ അടുത്ത് പോയിട്ട് തപ്പിപ്പോയി പുള്ളി കിട്ടാൻ. പുള്ളിയുടെ പേര് അതൊക്കെ വിട്ടുപോയി. ഞങ്ങൾ ഷൂട്ട് ചെയ്യാനൊക്കെ പോയായിരുന്നു. അപ്പോൾ ഐ ട്രൈ ഫൈൻഡിങ് ഹിം ഔട്ട്, കിട്ടിയില്ല. പക്ഷേ ഈ പാട്ടിറങ്ങുമ്പോൾ പുള്ളി വരുമായിരിക്കും ചിലപ്പോൾ. സോ അങ്ങനെ ഐ ഫീൽ റിയൽ ലൈഫ് കണ്ടാൽ മാത്രമേ കഴമ്പുള്ള ആശയങ്ങളിലേക്ക് എത്താൻ പറ്റൂ എന്നുള്ളൊരു എൻ്റെ കാഴ്ചപ്പാട്. ഞാനത് ആരും തെറ്റാണെന്നും പറയുന്നില്ല. ഐ ഫൈൻഡ് മീനിങ് ദാറ്റ് വേ. ഓൾസോ ജോബേട്ടൻ്റെ ട്രാവൽസിലൂടെ ഐ തിങ്ക് ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ സോങ്സ് ഇൻ അതർ വേസ്.
ലൈക്ക് സൗണ്ട് സ്കേപ്പ് വരുന്നത്. ഐ ഫൈൻഡ് ഇറ്റ് വെരി ഫാസിനേറ്റിംഗ് ഹൗ യു ആർ ഏബിൾ ടു ഞാൻ ഈ ഇൻകോർപ്പറേറ്റ്. ഭാഷണം കുറച്ച് തള്ളി പറയുന്നല്ല കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്നാണ് കാണാൻ പോയി എല്ലാവരും. കുറേ മുഖങ്ങളെ കാണാൻ ചിരിക്കുന്നൊക്കെ ഉണ്ട്. പുള്ളി ചോദിക്കുന്നത് ഞാൻ പറയുന്നു കേട്ടോ. അപ്പം തെറ്റ് മുഴുവൻ എൻ്റെയാണ്. നിങ്ങളാണ് അല്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കുക അത് നിങ്ങൾ എടുക്കുക അങ്ങനെ. So, ജോബേട്ടൻ്റെ ആക്ച്വലി സംതിങ് ദറ്റ് ഐ തിങ്ക് യു ആർ സംബഡി ഹു has zero haters. ബിക്കോസ് സീറോ ഹേറ്റേഴ്സ് ഐ തിങ്ക് എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ ഹേറ്റേഴ്സ് ഉള്ള ഒരു മനുഷ്യനാണ് ജോബ് കുര്യൻ. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവ് സ്റ്റേഡ് ഗ്രൗണ്ടഡ്, യുവ് സ്റ്റേഡ് ഹംബിൾ, ആൻഡ് ഐ റിയലി അഡ്മയർ ദാറ്റ് അബൌട്ട് യു. ഹൗ ഡു യു ഡു ദാറ്റ്? വാട്ട് ഈസ് യുവർ വേൾഡ് വ്യൂ? ഹൗ ഡു യു സ്റ്റേ ഗ്രൗണ്ടഡ്? ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റും? ട്രിക്കൊന്നുമില്ല, ബേസിക് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഞാൻ ഭയങ്കര എനിക്ക് കോൺഷ്യസ് ആയിട്ട് ഞാൻ എല്ലാവർക്കും ക്യാരിഡ് ആവാനുള്ള ടെൻഡൻസി ഒക്കെ വരും ലൈഫിൽ. അത് ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല. അത് മനസ്സിലായത് ചില സമയത്ത്. ഇപ്പം ഞാൻ ഭാവം ചെയ്ത സമയത്ത് തന്നെ ഇറ്റ് വാസ് സംതിങ് ലൈക്ക് കുറച്ച് കാലം നല്ല കോൺസേർട്സ് ഒക്കെ നല്ല പൊളിച്ച് ഇങ്ങനെ മുണ്ട കൊടുത്ത് ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ജാടയിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ഫീലിംഗ് കിട്ടുമല്ലോ. അത് നല്ല ആൾക്കാർ നമ്മുടെ പാട്ടൊക്കെ കേൾക്കുന്നു, ഭയങ്കരമായിട്ട് കൂടെ പാടുന്നു. അപ്പം സംതിങ് ജസ്റ്റ് സ്റ്റാർട്ടഡ് എൻ്റെ മനസ്സിലൊരു ചെറിയ കൊള്ളാം. അപ്പം തന്നെ. പക്ഷേ ഐ ഹാവ് എന്തോ ഒരു കോൺഷ്യസ് ഇതുണ്ട്. ഞാൻ എപ്പോഴും കാര്യം നമ്മുടെ അനുഭവങ്ങൾ മുന്നിൽ നമ്മൾ കാണുന്നില്ല. ഒത്തിരി പേര് അങ്ങനെ ക്യാരിഡായിട്ട് ജീവിതം നശിപ്പിച്ചവരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതിലൊന്നും കാര്യമില്ല. പിന്നെ കാര്യം ഐ കീപ് മൈ റെഫറൻസസ് ഹൈ കേട്ടോ. അതൊരു മേജർ റീസൺ ആണെന്ന് തോന്നുന്നു. നമ്മൾ എന്നും ഓവർ ക്രിട്ടിക്കാകുമ്പോൾ ഒരു ഗുണം അതൊരു മോശമാണ്. ഒരു സൈഡിൽ നമ്മുടെ കോൺഫിഡൻസിനെ കുറച്ച് ബാധിക്കും. നമ്മൾ കുറച്ച് എന്താ പറയുക, ഒരു സ്വന്തമായിട്ട് ബ്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്, കൂടുതലാണ് എനിക്ക്. അതിൻ്റെതായ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മളെ അത് ഗ്രൗണ്ടഡായിട്ട് നിർത്താൻ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ റെഫറൻസസ് വെൻ യു കീപ് ഇറ്റ് വെരി ഹൈ യു ഫീൽ യു ആർ നത്തിങ്. വമ്പന്മാർ നമ്മളിലുണ്ട്. അത് തന്നെയാണ് വരി. ആ വരി 4 വരി ഞാൻ എഴുതിയ വരികളാണ്. അത് ഞാൻ ചന്ദ്രേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ചന്ദ്രേട്ടൻ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ എന്നിട്ട് പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് എഴുതി തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ബാക്കി ഫുൾ. അപ്പം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ മേഖലയിൽ എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും വേറെ വേറെ ആണെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു തിരിച്ചറിവ് എല്ലാ മനുഷ്യനും വേണം തന്നെയാണ്. ഇപ്പം ഞാൻ ആസ് എ മ്യൂസിഷ്യൻ നമ്മൾ പല പ്രാവശ്യം ശബ്ദമില്ലാണ്ട് ഇപ്പം ഞാനൊരു ഷോ ഉണ്ടായിരുന്നു, സ്ട്രെയിൻഡായിട്ട് വോയിസൊക്കെ പതറിയിരിക്കുക. അപ്പം ഇറ്റ്സ് എ മാറ്റർ ഓഫ് പിന്നെ ഒരു മൊമെൻ്റാണ് ജീവിതത്തിൽ. നമ്മൾ കുറേ നാൾ മിണ്ടാണ്ടിരിക്കേണ്ടി വരും ചിലപ്പം. അപ്പോൾ എവിടെ പോയി ആ ജാടയൊക്കെ പോയില്ലേ, തീർന്നില്ലേ? അപ്പം അങ്ങനെ പല പല അനുഭവങ്ങൾ. പിന്നെ ഉറപ്പായിട്ട് പണ്ട് മുതലേ ഈ കോമ്പറ്റീഷൻസിനൊക്കെ ഞാൻ പോയി തോറ്റ് നല്ല ശീലമുള്ള ആളാണ്. എവിടെ പോയാലും പൊട്ടും. അപ്പോൾ പിന്നെ അന്നേ അതങ്ങ് സീസൺഡാണ്. നമ്മൾ പ്രൈസൊന്നും എനിക്കൊരു വിഷയമല്ല എന്നുള്ള കൊച്ചിനും. അതിൻ്റെ മേ ബി ഐ താങ്ക് മൈ പാരൻസ് ആസ് വെൽ. എൻ്റെ ഫാദർ വളരെ എന്താ പറയുന്നേടാ, ജസ്റ്റ് പാടുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഓഡിയൻസ് ഹാപ്പി ആണെങ്കിൽ നീ പോരുക, ഇതാണ് ഹിസ് വിഷൻ. ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞോ, അവർ ഇഷ്ടപ്പെട്ടോ, നീ ശ്രമിക്കുക, പ്രൈസൊക്കെ കിട്ടാതിരിക്കുക ഒന്നും വിഷയമല്ല. പുള്ളി പറയാം നിനക്ക് എന്താ വേണ്ടത്, മൊയൽ വേണോ, തത്തമ്മ വേണോ, എന്താ ഇങ്ങനെ തന്നെ. ഞാൻ ഭയങ്കര പെറ്റ് ഫ്രണ്ട്ലി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്നൊക്കെ പുള്ളി തന്നെ അങ്ങനെയാണ്. മേ ബി അത് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്ബ്രിങ്ങിൻ്റെ ഭാഗം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സക്സസ് എന്ന് പറയുന്നൊരു സംഭവം നമ്മളൊന്ന് ഹൈ ആയിട്ട് റെഫർ ചെയ്യുകയാണ്, 2 നമുക്ക് സന്തോഷം വരും, പക്ഷെ നമ്മളെ തലയിലേക്ക് കൊണ്ടുപോകാതെ കീപ്പ് ചെയ്യുന്നത് മേ ബി താങ്ക് മൈ പാരൻസ് ഫോർ ഷുവർ, മൈ ഫാമിലി, മൈ ഫ്രണ്ട്സ്. അവരെന്നെ ഗ്രൗണ്ടഡായിട്ട് നിർത്താൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നോട് തന്നെ ഒത്തിരി ക്രിട്ടിക്കലാണ്, കൂടുതലാണ്, അത് തന്നെ ബാധിക്കാറുമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു നല്ല വശം എനിക്ക് തോന്നുന്നു, നമ്മളെപ്പോഴും പഠിക്കാനും കൂടുതൽ അറിയാനും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനൊക്കെ പഠിക്കും. മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മേ ബി അതൊക്കെ ആയിരിക്കും അതിൻ്റെ റീസൺ തോന്നുന്നു. ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഒന്നും ശരിയാവുന്നില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. ഭയങ്കര ബോറാണ്. പക്ഷേ ഒരു സൈഡിൽ എനിക്കറിയാം നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, ആ ഗിഫ്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല, അത് മാക്സിമം ട്രൈ ചെയ്യുക. ബട്ട് ബ്യൂട്ടി ഓഫ് ഇറ്റ് എന്ന് പറയുന്നത് പ്രേക്ഷകൻ്റെ സ്നേഹമാണ്. ഇപ്പം ഞാൻ മെനഞ്ഞാന്ന് വടകരയിലൊരു ഷോ ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയണേ, കുറേ കുട്ടികൾ വരച്ച് നമ്മുടെ ഇങ്ങനെ പോർട്രേറ്റ്സ് ഒരു എന്താ പറയുക പെൻസിൽ സ്കെച്ച് ചെയ്തും ഒരു 6-7 പടമാണ് എൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് കൊണ്ട് തന്നത്. ഞാനാണെങ്കിൽ സെൻറ്റിയായിട്ട് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയിട്ട്
അപ്പം നമുക്ക് അതൊക്കെ തന്നെയല്ലേ ജീവിതം. അല്ലാതെ അതിലിപ്പം കൊമ്പ് പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അത് ഒന്നും ശാശ്വതവുമല്ല. നമ്മൾ ഒരു മല കയറിയിൽ ഇറങ്ങുക തന്നെ വേണം എന്നുള്ള തികച്ചും പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. ബട്ട് ട്രൈ ടു ഷെയർ ഹാപ്പിനെസ്, ട്രൈ ടു ഷെയർ ലവ്. ഹെയ്റ്റ് ഉണ്ടാവാതെ ആൾക്കാരുമായിട്ട് ഇടപഴകുക എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമാണ്. ചിലപ്പോഴൊക്കെ എന്നാലും പാളൊക്കെ ചെയ്യണം. ഞാൻ ഷോർട്ട് പാടൊക്കെ ആവാറൊക്കെ ഉണ്ട്. ഞാൻ ദേഷ്യമൊക്കെ ഉള്ള ആളൊക്കെ തന്നെയാണ്. പക്ഷേ ഒന്നും ശാശ്വതമായിട്ട് നിൽക്കാറില്ല. എല്ലാം പറഞ്ഞു തീർക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. മേ ബി ഹേറ്റേഴ്സ് ഇല്ലെങ്കിൽ അടിപൊളി, അയ്യോ സന്തോഷം. ജോബേട്ടൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ദാറ്റ് യു ആർ വെരി ക്രിട്ടിക്കൽ ഓഫ് യുവർ സെൽഫ്. ലൈക്ക് ചിലപ്പോൾ പ്ലേ ബാക്ക് സിംഗിങ്ങിന് വിളിക്കുമ്പോൾ ആലോചിക്കാറുണ്ട് എനിക്കിത് എന്നെ കൊണ്ട് ഇത് പറ്റുമോ. ആ ഒരു ടെൻഡൻസി ഹാസ് ഇറ്റ് ചേഞ്ച്ഡ് ഓവർ ടൈം? ഹാവ് യു ബിൻ ഏബിൾ ടു റെയിൻ ഇറ്റ് ഇൻ ആൻഡ് control that tendency, self criticism? How have you been able to overcome it in situations? ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. രോഗം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം പക്ഷേ ഉറപ്പായിട്ടും ഹാൻഡിൽ ചെയ്യാൻ ഒരു അല്പം കൂടി പഠിക്കുമല്ലോ നമ്മൾ. പിന്നെ എല്ലാവർക്കും നമ്മളെ മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ എന്താ പറയുക, അപ്പോൾ എല്ലാവർക്കും എന്നെ ടാക്കിൾ ചെയ്യേണ്ട വിധം അറിയാം. നമ്മളെ വിളിക്കുന്നവർക്ക് അറിയാം. പുള്ളി ആദ്യം ഒന്നും പിന്നെ കിട്ടില്ല, ഈ സമയത്ത് പൊക്കിയാൽ നടക്കും, സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ട് ബാക്കി ഡീൽ ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് അവരുടെ ഒരു കൈൻഡ്നെസ് ആണെന്നും കൂടെ ഞാൻ വിചാരിക്കുന്നത്. അവർക്കിപ്പോൾ എൻ്റെ വോയിസ് ഈ പാട്ടിന് ഫിറ്റിനാവുന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നിയാൽ അവർ എന്നെ കൊണ്ടേ പോകാറുള്ളൂ. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് വർക്ക് ചെയ്ത പാട്ടുകളൊക്കെ. അപ്പോൾ അതൊരു ഐ താങ്ക് ദം ആക്ച്വലി. ഞാൻ മുങ്ങാൻ നോക്കിയാലും എന്നെ പിടിച്ച് പാടിച്ച് എനിക്കത് ഗുണമായിട്ട് വന്നിട്ടുള്ളൂ അവരെക്കാട്ടിലും ആക്ച്വലി. ഇപ്പോൾ പല പാട്ടുകളും അങ്ങനെ. ഇപ്പോൾ മാണിക്കച്ചിറയുള്ള ഞാൻ മുങ്ങിയ ആലോചിച്ചോക്ക്, മണ്ടൻ എന്നൊക്കെ പറഞ്ഞ ആന മണ്ടനല്ലേ, ഞാൻ മുങ്ങിയ ആളാണ്. ഞാൻ വിജയേട്ടനെ വിളിച്ചോളാം, ചേട്ടാ ഇതാ അസല് പാട്ടാണ്, വേറെ ആരിലും കൊണ്ട് പാടിച്ചോളാൻ. അപ്പം എനിക്ക് അങ്ങനത്തെ ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. അപ്പം ഫാമിലിയൊക്കെ പറയും എടാ നീ പോയി ശ്രമിക്ക്. അപ്പോൾ പക്ഷേ പുള്ളിക്ക് അത്ര കോൺഫിഡൻ്റ് ആയിരുന്നു. പുള്ളി പറഞ്ഞാൽ താനെങ്കിൽ പോരെ, കൂടുതൽ സംസാരിക്കാൻ സമയമില്ല, പെട്ടെന്ന് പോരെ പുള്ളി ഫോൺ. അപ്പോഴേക്കും ചെന്നു 3/4 മണിക്കൂറിൽ പരിപാടി ക്ലോസായി വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു ചേട്ടാ ഇനിയും നന്നാക്കണം, ഇനി അത് പാടണം, അത് കറക്റ്റ് ചെയ്യണം. വിട്ടോ അടുത്ത റെക്കോർഡിങ് സമയം. പക്ഷെ പാട്ട് പിന്നെ ഞാൻ വെച്ചു എങ്ങാനിത് പാടിയില്ലായിരുന്നെങ്കിൽ എന്തൊരു നഷ്ടമായപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും. ഇപ്പം കുറച്ച് അങ്ങ് ചെല്ലാം എന്നുള്ളൊരു മൈൻഡുണ്ട്. ഇപ്പം ജെയ്ക്സിൻ്റെ കഴിഞ്ഞ ദിവസം പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ പാട്ടിൽ ആ സിനിമയിൽ ഇപ്പം നാളെ പാട്ടിറങ്ങുന്നുണ്ട്. അപ്പം ഞാനിപ്പം പുള്ളി ഇപ്പം നമ്പർ 1 ആയിട്ടൊക്കെ നിൽക്കുന്ന ആളല്ല. അപ്പം ഞാൻ അപ്പം പുള്ളി ജോബേ പെട്ടെന്ന് വേണം, നമുക്ക് പെട്ടെന്ന്, എല്ലാവർക്കും അറിയാം ഞാൻ മുങ്ങൽ ബട്ടൺ അമർത്തുന്നതിന് മുമ്പേ ലോക്ക് ചെയ്യും. ചെന്നു പുള്ളി എന്നെ കൊണ്ട് പാടിച്ചെടുത്തു. അതുപോലെ ദീപക് സാറൊക്കെ, ദീപക് ദേവ്, അത് കാവലായി ചേകറൊക്കെ ഞാൻ പറയും സാർ നാളെ വരാം. പുള്ളിയുടെ അടുത്ത് മുങ്ങാൻ പറ്റില്ല, ഇമ്പോസിബിളാണ്. കാരണം നമ്മുടെ മെൻറ്ററാണ്, പണ്ട് പോലെ സൂപ്പർ സ്റ്റാറിലെ ജഡ്ജാണ്. നാളെ ഒന്നുമില്ല, ഇന്ന് ഞാനിപ്പോൾ പാടിക്കും, താൻ പാടും. അപ്പോൾ ഞാൻ പെട്ടു. പക്ഷെ ആ പാട്ട് നന്നായിട്ട് വന്നു. അപ്പം ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇനിയും ശ്രമിക്കാം, കൂടുതൽ പാട്ടുകൾ പാടണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ആസ് ഏജ് പ്രോഗ്രസസ് നമുക്ക് ചില കാര്യങ്ങൾ, വോയിസിലുള്ള മാറ്റങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്നെ തന്നെ പുനർപരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാം, ബെറ്റർ ആകാൻ പരിമിതികളുണ്ട്. പക്ഷേ ഹൗ ടു പ്രാക്ടീസ്, വാട്ട് മെത്തേഡ് ടു ടേക്ക്, മനസ്സിലായേ. ഇപ്പോൾ 20 വർഷമായിട്ട് ഇപ്പോൾ പാടുകയാണ് സ്റ്റേജിലും റെക്കോർഡിങ്സ്. അപ്പം നമ്മുടെ വോയിസിനും അതിൻ്റെതായ ടയർനെസ്സും ഒക്കെ വരും. അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് മെത്തേഡ്സ് മാറ്റണം. ഞാനൊരു ഭയങ്കര ബോൺ ഗിഫ്റ്റഡ് വോക്കലിസ്റ്റ് എന്ന് ഞാൻ പറയില്ല. മേ ബി ഓഫ് കോഴ്സ് ഗിഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ടാലൻ്റ് ഇല്ലാണ്ട് അല്ലെങ്കിൽ കഴിവ് മുകളിൽ നിന്ന് കിട്ടാതെ നമുക്ക് പാടാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ചിലർ ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനൊരല്പം കൂടി മെനക്കെട്ട് എൻ്റെ പുറകെ പിടിച്ച് പോയ ആളാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നിലും കോൺഷ്യസ് വേണം. ഇന്ന് ശരിയാവുന്നില്ല, നാളെ മേ ബി അത് നമ്മുടെ ഒരു ബെറ്റർമെൻറ്റിന് സഹായിക്കുകയായിരിക്കാം. ഒരു സൈഡിൽ അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഇങ്ങനത്തെ കുറേ ഭ്രാന്ത്. മേ ബി ശരിയാവട്ടെ, എപ്പോഴെങ്കിലും ശരിയായിരിക്കും. 43 വയസ്സായി, ഇനിയിപ്പോൾ എപ്പോൾ ശരിയാണെന്നറിയില്ല. സ്റ്റിങ്ങിനെ പോലെ 22 അടിച്ച് കലക്കുന്ന. അപ്പോൾ പിന്നെ ഇത് കാരണം വല്ല ഓപ്പർച്യൂണിറ്റീസ് മിസ്സായി എന്ന് തോന്നി. ഒത്തിരി എണ്ണം പോയിട്ടുണ്ട്. ഒത്തിരി നല്ല പാട്ടുകളൊക്കെ പോയിട്ടുണ്ട്. എത്ര നമുക്ക് മിസ്സായിട്ടുണ്ട് അല്ലേ? ലൈക്ക് മലയാളികൾക്ക് മിസ്സായിട്ടുണ്ട്. അങ്ങനെ എനിക്കാണ് അത് മിസ്സായിട്ടുള്ള, സത്യം പറഞ്ഞാൽ.
പക്ഷേ പിന്നെയും അതിൽ ക്രിബ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഐ ക്യാരി ഓൺ. കാരണം എൻ്റെ ഫോക്കസ് ഈസ് ഡിഫറെൻറ്റ്. ഫോക്കസ് ഈസ് ടു എക്സ്പ്രസ് മൈ സെൽഫ്. എൻ്റെ ഏറ്റവും എന്താ പറയുക കോർ ഇമോഷൻസ് പ്രേക്ഷകന് കൊടുക്കുക എന്നുള്ള. ഇപ്പുറത്ത് അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹൈവേയിൽ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇടയ്ക്ക് കിട്ടുന്ന സ്ട്രോങ് ചായയാണ് നല്ല സിനിമയിലെ പാട്ടുകളെന്ന് പറയുന്നത്. നമ്മൾ മുന്നോട്ട് പോകാൻ സഹായിക്കും, നമ്മുടെ പ്രേക്ഷകരുടെ സ്നേഹം കൂടാൻ സഹായിക്കും. ആൾക്കാർ കൂടുതൽ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മ്യൂസിക് കൂടുതൽ അവരിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു മ്യൂസിക് സിനിമ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. പക്ഷേ മേ ബി അത് വേറെ കുറേ ആൾക്കാരുടെ സ്വപ്നമാണ്. അപ്പോൾ അതിന് ഉത്തരവാദിത്വം കൂടുതലാണ്. ഇതിപ്പം എനിക്ക് എൻ്റെതായ റിസ്ക് എടുക്കാം, ഇച്ചിരി ഫ്രീഡം ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ആണ്. ആ വാക്കിൽ തന്നെ ഉണ്ടല്ല. ജോബേട്ടൻ ഒരു ഷോ ചെയ്യണതിന് മുമ്പ് ദ പ്രീവിയസ് നൈറ്റ് കുറച്ച് റിച്വൽസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ലൈക്ക് പ്രാക്ടീസ് റിച്വൽസ്. വാട്ട് ആർ ദീസ് റിച്വൽസ്? റിച്വല് അങ്ങനെയൊന്നുമില്ല, ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കും. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ കംപ്ലൈന്റ് വരുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കാരണം നിങ്ങൾ കാര്യമായി പഠിച്ചിട്ടുണ്ടല്ലോ, ആരൊക്കെയോ എന്നെ കുറിച്ച്. ജോബേട്ടൻ തന്നെ പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ള റൂമിലൊക്കെ എത്ര ലേറ്റ് ആയിട്ട് ചെന്നാലും എൻ്റെ പ്രാക്ടീസ് ഒരു ഇത്ര നേരം അതൊരു ഇതായിട്ടുണ്ട്, ശീലമാണ്. മേ ബി പല്ല് തേക്കുന്ന പോലെ ഒരു സാധനം. അപ്പോൾ അത് ചെയ്യാണ്ട് ഉറങ്ങാനൊക്കെ പാടാണ്. സൈക്കോളജിക്കലി ആണ് പ്രശ്നം. ശരിക്കും നമ്മൾ അടുത്ത ദിവസം ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ എന്നെക്കൊണ്ടത് ഏത് മുറി പോയാലും എവിടെ പോയാലും പാതിരാത്രിക്ക് ബാത്റൂം അടച്ച് കീബോർഡ് അകത്ത് കൊണ്ടുപോയി ഇരുന്ന് പ്രാക്ടീസ്, മിനിമം കുറച്ച് എക്സസൈസസും വാമപ്സും ഒക്കെ ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പോസ്റ്റ് 9 മണി കഴിഞ്ഞാൽ പിന്നെ സായിപ്പന്മാർ വയലൻ്റ് ആവും. അവർക്ക് ബഹളമൊന്നും പറ്റുകയില്ല, അവർ ഓടിക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് കോൾ വരും, സംബഡി ഈസ് മേക്കിംഗ് നോയ്സ് ഫ്രം ദ അതർ റൂം, അതാണ് ഇതാണ് മറ്റേ. അപ്പം ഞാൻ പിന്നെയും കുറച്ച് വേറെ ആരുടെയും റൂമിലോട്ടൊക്കെ മാറി അടുത്ത തെറി അവിടെ നിന്ന് വരുന്നവരെ അങ്ങനെയൊക്കെ പോയി ചെയ്യും. കാരണം എനിക്ക് സൈക്കോളജിക്കലി അതൊരു മസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഗുണവും ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കത് കിട്ടുന്നുണ്ട്. ചില നിർബന്ധങ്ങൾ നല്ലതാണ് എന്നുള്ളതാണ്, ആ ശീലങ്ങൾ മാറ്റാതിരിക്കും നല്ലത്. സ്റ്റേജിൽ കയറുമ്പോൾ സ്റ്റേജ് ഫിയർ പോലത്തെ വല്ലതും ഉണ്ട്, ഭയങ്കരമാണ്. ഹൗ ഡു യു ഓവർകം ഇറ്റ്? ഒന്നുമില്ല, കയറുന്ന വഴി പോവും. നടന്നു കയറി ഇനി രക്ഷയില്ല, ഇനി പെട്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഒരു സ്വിച്ചാണ് അത് തന്നെ. ഇനിയിപ്പം 4 കാലിൽ ഊരിപ്പോരുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് ഓഡിയൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ എനർജി അല്ലേ. നമ്മൾ ചെല്ലുമ്പോൾ ഇത്രയും പേര് ചിരിച്ച് സ്വീകരിക്കുകയാണ് നമ്മൾ ആ പാട്ട് ചേട്ടാ അത് പാടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ്. ഒരു പെർഫോമറിന് അറിയുന്നതാണത്. ഇവിടെ പെർഫോം ചെയ്യുന്ന പലരും കാണും. അപ്പോൾ ദാറ്റ് ജസ്റ്റ് ടേക്സ് മീ ഇൻ ടു അനദർ വേൾഡ്. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അങ്ങനെ അത് അപ്പം എല്ലാം മറക്കും. അതുവരെ എനിക്ക് വെരി വെരി പെർട്ടിക്കുലർ അബൌട്ട് തിങ്സ്. ചില കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. എസ്പെഷ്യലി മ്യൂസിക്കലി നമുക്ക് ചെവിയിൽ ഇനി മോണിറ്ററിങ് കറക്റ്റ് ആയിരിക്കണം, കേൾക്കേണ്ട പോലെ കേൾക്കണം, അങ്ങനെ ഒത്തിരി. അപ്പം അതിന് ഞാൻ നല്ലോണം എഫേർട്ട് ഇടാറുണ്ട്. നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും വളരെ സഹകരിച്ച് എന്നെ കംഫർട്ടബിൾ ആക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നൊരു കുറേ നല്ല റിച്വൽസാണ്. കാരണം നമ്മൾ യു ഷുഡ് നോട്ട് ടേക്ക് എനി സ്റ്റേജ് ലൈറ്റർ. അത് എൻ്റെ ഒരു വലിയൊരു പാഠമാണ്. ഇപ്പോൾ നമ്മൾ ചിലർ പറയാം ഇത് മറ്റേ കല്യാണ പരിപാടിയല്ലേ, ഇപ്പോൾ ഇത്രയും മതി. അങ്ങനെ ചില മാരേജ് ഫംഗ്ഷൻസൊക്കെ നമ്മൾ പാടാൻ പോകുമ്പോൾ പ്രേക്ഷകരൊക്കെ പലരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഞങ്ങൾ വി പെർഫോം ഫോർ മാരേജസ്. അപ്പോൾ അവരുടെ ഒരു സ്പെഷ്യൽ ഡേയിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് ലൈറ്റായിട്ട് കാണാൻ പറ്റുക? അത് അങ്ങേറ്റം സിൻസിയറായിട്ട് അത് കാണാവുള്ളൂ. അതിനും പ്രാക്ടീസ് സെയിം ആയിരിക്കും, മൈ റൊട്ടീൻസ് സെയിം, സൗണ്ട് ചെക്ക് സെയിം. അപ്പോൾ ഒരു കാര്യത്തിന് ഞാൻ അതിൽ ഒരു കുറവ് ഇന്ന് വരെ വരുത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ ടെൻഷനും കുറവില്ല എന്ന് ചുരുക്കം. പക്ഷേ ഷോ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വാംത്തില്ലേ, നമുക്ക് അതിനാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഷോയുടെ ഇടയ്ക്ക് ഇപ്പോൾ കല്യാണ പരിപാടി എക്സാമ്പിൾ പറഞ്ഞാൽ പ്രോഗ്രാംസിനൊക്കെ പലരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇങ്ങനെ നടക്കായിരിക്കും. നമ്മളവിടെ കഷ്ടപ്പെട്ട് പാടുന്നുണ്ടാവും, പലരും ശ്രദ്ധിക്കും, ചിലർ ശ്രദ്ധിക്കില്ല. പക്ഷേ കുറേ പേര് മാറി നിന്ന് കേൾക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെല്ലാം വന്നിട്ട് ചേട്ടാ നമ്മൾ ഈ പാട്ടിൻ്റെ ഭയങ്കര, അപ്പം ആ വിഷമമൊക്കെ അവിടെ തീർന്നു. അപ്പോൾ എല്ലാ സ്റ്റേജും ഒന്നാണ്. ഒരേ ചെറിയ പെർഫോമൻസ് വലിയ പെർഫോമൻസ് എനിക്കില്ലേ ഇല്ല. ഞാനത് വളരെ നല്ലൊരു ഇതായിട്ട് തന്നെയാണ് എനിക്കത് തോന്നുന്നത്. ടെൻഷൻ അടിക്കണം ഒരു ആർട്ടിസ്റ്റ്, ആവശ്യത്തിൽ കൂടുതൽ കൂളാകാൻ പാടില്ല. സത്യം, അത് ടേക്കൺ തിങ്സ് ഫോർ ഗ്രാൻഡഡ് ആയി പോകും. അതായത് അവർക്ക് എൻ്റെ പാട്ടൊക്കെ ഇഷ്ടമല്ല, എല്ലാവരും പോകുന്നോളും കൂടെ എന്ന് പറഞ്ഞ സാധനം വന്നാൽ പോയി. കരുതാ അങ്ങനെയല്ല.
നമുക്ക് ആ പ്രേക്ഷകൻ്റെ അടുത്തൊരു ഉത്തരവാദിത്വമുണ്ട്. വെൻ ദേ സപ്പോർട്ട് അസ് വിത്ത് ദെയർ യുനോ, അവർ കേൾക്കാൻ എത്ര പേര് വന്നിരിക്കുകയാണോ, ആരുടെയും സമയം വെറുതെ വരുന്നതല്ല ഗോവിന്ദ്, അതെല്ലാവരും മെനക്കെടുന്നത് തന്നെയാണ് ഓരോ കാര്യങ്ങൾക്കായിട്ട്. അപ്പം നമ്മൾ അവർക്ക് ആ സമയം കൊടുക്കും, അവർ തരുമ്പം നമ്മൾ ആ റെസ്പെക്റ്റ് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ടെൻഷൻസ്, റിച്വൽസ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് ഒരു പരിധിവരെ ഞാനത് അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, ഇനി മാറാൻ ഉദ്ദേശവുമില്ല. ഏറ്റവും മെമ്മറബിൾ സ്റ്റേജ് ഏതാണ്? അങ്ങനെ കുറച്ച് ഉണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് കുറേ ഉണ്ട്. ഇനിയും വരട്ടെ, അതിനേക്കാളും ഒത്തിരി മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വലിയ സന്തോഷമാണ്. ഒരു പെട്ടെന്ന് ഓർത്തപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നപ്പോൾ മമ്മൂട്ടി സാറിൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പണ്ട് ഈ കാല് ഇപ്പം പൊളിഞ്ഞിരിക്കുകയാണ്, ഇതിന് മുന്നേ പൊളിഞ്ഞിരുന്നൊരു സമയമുണ്ട്, 10 കൊല്ലം മുമ്പ്. ഷട്ടിലറാണ് ഞാൻ, ആക്ച്വലി അത്യാവശ്യം മാന്യമായിട്ടൊക്കെ കളിക്കുന്ന ഒരാളായിരുന്നു. ഇനിയിപ്പോൾ നിന്നു. അപ്പം ഫസ്റ്റ് ടൈം ACL വന്ന് ഫുൾ ലിഗമെൻറ്റ് തയ്യാറായിട്ട് സർജറിക്ക് പറഞ്ഞിരിക്കുക. അപ്പോൾ ഒരു ഷോയ്ക്ക് ഞാൻ മറ്റേ ഫുൾ വലിച്ച് കെട്ടിയിട്ട് ഒരു ഷോർട്സൊക്കെ ഇട്ട് മൊത്തം എന്താ അതിന് പറയുന്നത് അറിയത്തില്ല, സപ്പോർട്ടൊക്കെ വെച്ചിട്ട്, നീ സപ്പോർട്ടൊക്കെ വെച്ചിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സ്റ്റേജിൽ വന്ന് തിരിച്ചിറങ്ങിപ്പോയപ്പോൾ എന്നെ ഇങ്ങനെ അത് ഞാനിപ്പോൾ ഓർമ്മ, അന്ന് ഇയാൾ കൊള്ളാം, ഞാൻ വെച്ചലക്ക പുള്ളി വന്നു പോയെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ പുള്ളി പോകുമ്പോൾ ഞാൻ ഇങ്ങനെ, എനിക്കൊന്ന് ആ പുള്ളി താടിയൊക്കെ വളർത്തിയൊരു സമയം. അപ്പോൾ പുള്ളി എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചു, കൈൻഡ് ഓഫ് ആൻ അപ്രിസിയേഷൻ, മനസ്സിലായത്, കൊള്ളാടാ മോനെ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ കുറേ നമുക്ക് ഇഷ്ടപ്പെടുന്നവരുടെ സൈഡിൽ നിന്ന് ഒരു ജെസ്ചർ ആയിരിക്കാം ചിലപ്പം, അതൊക്കെ നമ്മളെ ഒത്തിരി അപ്ലിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ കോൺസേർട്സ് പല തരത്തിലാണ്. ഈ പറഞ്ഞ പ്രേക്ഷകർ ഓരോരോ പാട്ടുകൾക്ക് എങ്ങനെ ഇമോട്ട് ചെയ്യും. ചിലപ്പോൾ പദയാത്രയൊക്കെ ഞങ്ങൾ 3 പ്രാവശ്യം പാടിയ സ്റ്റേജസ് ഒക്കെ ഉണ്ട്. 1, 2, 3 തേർഡ് ടൈമൊക്കെ പെർഫോം ചെയ്ത്, അതൊക്കെ ടു ഗുഡാണ്. ചില സ്റ്റേജസൊക്കെ ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ഇൻഡി ഗാഗ എനിക്കൊന്ന് കനകക്കുന്നിൽ ഹോം ടൗണിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് പദയാത്രയുടെ ഒരു വീഡിയോ ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒത്രയും 10,000 പേരിങ്ങനെ അപ്പോൾ ആ ഷോ ഒക്കെ വളരെ സ്പെഷ്യലായിട്ടാണ്. ഇൻഡി ഗാഗ വാസ് വെരി ഗുഡ്. കുറേ നമുക്ക് കുറേ ഉണ്ട് അങ്ങനത്തെ സന്തോഷങ്ങളുള്ള നിമിഷങ്ങൾ ഒത്തിരി ഉണ്ട്. പറുദീസ ഇറങ്ങിയ കാലത്ത് യു ഹഡ് സെഡ് ദാറ്റ് ദർ വർ ഇൻറ്റൻഷൻസ്, ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ആ പാട്ടിലൂടെ. ആ മെസ്സേജ് 10 ആൾക്കാർക്ക് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ വിൻ. അതുപോലെ വാട്ട് ഹാസ് ബിൻ സം പീസ് ഓഫ് ആർട്ട് ദാറ്റ് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് യുവർ വേൾഡ് വ്യൂ ഓഫ് ലൈഫ്? സം പീസ് ഓഫ് ആർട്ട്, പാട്ട് തന്നെ ആവാം, പാട്ടല്ലെങ്കിലും സിനിമാസ് തന്നെയാണ്. നമ്മൾ കണ്ടു വളർന്ന നല്ല നല്ല സിനിമകൾ നമ്മളെ ഒത്തിരി സ്വാധീനിക്കും നാച്ചുറലി. ഞാൻ അങ്ങനെ ഒരു ഓഫ് കോഴ്സ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ്. പിന്നെ ഞാൻ കോർ പത്മരാജൻ ഫാനാണ്, ഭരതൻ സാർ. ആ ഒരു കാലത്തെ സിനിമകളോട് ഇഷ്ടം കൂടുതലുണ്ട്. KG ജോർജ് അങ്ങനെയൊക്കെ. പിന്നെ ഓഫ് കോഴ്സ് സത്യനന്ദിക്കാട് സാറായാലും എല്ലാം ലെജൻഡറി എന്തോരം പടങ്ങളാണ്. അതൊക്കെ ഐ എം വെരി ലക്കി അബൌട്ട് ആ ഒരു തിയേറ്ററിലാണ് പല സിനിമകളും ഞാൻ പോയി കണ്ടിട്ടുള്ളത്. മേ ബി ആ ഒരു തലമുറ 80s എൻ്റെ ബ്യൂട്ടിഫുൾ എന്താ പറയുക സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണാനുള്ളൊരു ഭാഗ്യം ഉള്ള ആളാണ്. അതിലൂടെയാണോ വിഷ്വൽ അപ്രീസിയേഷൻ ഓഫ് ആർട്ട്? ഓഫ് കോഴ്സ് മേ ബി. ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു ഫോൾഡർ മുഴുവൻ പത്മനാഭ സാറിൻ്റെ പടങ്ങളുണ്ട്. അത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പുള്ളിയുടെ വേ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങും ഓഫ് കോഴ്സ് അതൊരു ഭയങ്കര ഒരു വേറെ പരിപാടിയല്ലേ, ഒരു അൺഫിൽറ്റേഡ് സിനിമ ഇതാണ് സ്റ്റോറി. പിന്നെ പുള്ളിയുടെ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കണ്ടിട്ട് അപ്പോഴും അത് നമ്മളെ ഒത്തിരി ഇൻസ്പയർ ചെയ്യും. കാര്യം പുള്ളി പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, എൻ്റെ പ്യുവർ ആർട്ട് 100 കൊല്ലം കഴിഞ്ഞ ആർട്ടിസ്റ്റ് കലാകാരൻ മരിച്ചു കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ പുള്ളിയുടെയൊക്കെ ഒരു പടങ്ങൾ നോക്കിയാൽ ആ സമയത്തല്ല, ഇപ്പോഴാണ് പുള്ളി കൂടുതൽ സെലിബ്രേറ്റ്. അന്ന് പുള്ളി ചെയ്ത പല സിനിമകളും ചിലപ്പോൾ തിയേറ്ററിൽ അധികം പോകാത്തതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കും എന്ത് വിഷണറീസാണ് ഇവരൊക്കെ, പഴയ ആൾക്കാരുടെ ആ പടങ്ങളൊക്കെ. ഞാൻ ഒത്തിരി അതിൽ ഇപ്പം മിന്നാമിനിങ്ങനും ഉറങ്ങുവേട്ടമൊക്കെ ഞാൻ അങ്കിളുമായിട്ട് ഭയങ്കര അടുപ്പവും കൂടെ ആയതുകൊണ്ട് ഐ വാച്ച് ദാറ്റ് ഫിലിം വെരി റെഗുലർലി. ഐ മിസ് ഹിം ലൈക്ക് എനിത്തിങ്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, കണ്ടിരിക്കാൻ തന്നെ പറ്റില്ല. പക്ഷേ അത് ഹൗ ബ്യൂട്ടിഫുള്ളി അന്നത് സ്ക്രിപ്റ്റിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, വേറെ ഒരു ഗിമിക്കും ഇല്ല, എന്താ പറയുക, ഒന്നും വേണ്ട. അതങ്ങനെ സ്റ്റോറി ടെല്ലർ അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഒരു കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അന്നത്തെ
ഇന്നത്തെയും എക്സ്പെരിമെൻ്റലായിട്ട് എല്ലാ തരത്തിലുള്ള സിനിമകളും ഞാൻ ആസ്വദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കൊച്ചിലെ കണ്ടു വളർന്നതായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം മേ ബി ഇതൊക്കെ ആയിരിക്കാം. ഒത്തിരി ഫേവറേറ്റ് സിനിമകളാണ് ഇതൊക്കെ. ജോബ് കുര്യനെ അറിയാത്ത ഒരാൾക്ക് 3 സോങ്സ് ജോബ് കുര്യൻ്റെ സോങ്സ് സജസ്റ്റ് ചെയ്യാണ് വെച്ചാൽ വിച്ച് 3 songs വുഡ് യു സജസ്റ്റ്? ഞാനൊന്നും സജസ്റ്റ് ചെയ്യില്ല വേറെ. അങ്ങനെ പറയരുത്. ഞാനിങ്ങനെ എൻ്റെ പാട്ട് ഞാൻ പിന്നെ കേൾക്കാൻ മടിയുള്ള ആളാണ്. ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ നോക്കി അത് അവർ തീരുമാനിക്കട്ടെ, നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ആസ് ആർട്ടിസ്റ്റ് നമ്മൾ ചെയ്യുക, എല്ലാ പാട്ടുകളും എല്ലാവരും കേൾക്കട്ടെ എന്നാണ് അതിൽ ഗ്രീഡിയാണ് ഞാൻ. കാരണം എല്ലാവരും എല്ലാ പാട്ട് കേൾക്കണേന്നാണ് എൻ്റെ അഭ്യർത്ഥന. പലതും പല ഫീലാണല്ലോ. അപ്പം ഓരോന്നും അവരവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് അത് ഓഡിയൻസിൻ്റെ ചോയ്സാണ് ആക്ച്വലി. അവർ ഇപ്പോൾ കണ്ണോട് കണ്ണായിടം ഇസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ. ഞാൻ അന്ന് അത് പാട്ട് എല്ലാവരും കേൾക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞ് അത് പ്രേക്ഷകർ കേട്ടത്. അപ്പോൾ വാട്ട് എൽസ് ക്യാൻ ഐ ആസ്ക് ഫോർ? അത് കഴിഞ്ഞിട്ട് അവർ കേട്ടില്ലേ. അപ്പം നമ്മളതിലൊന്നും ഇന്നതൊന്നും നോക്കാതിരിക്കുന്ന നല്ലത്. പ്രേക്ഷകൻ്റെ സ്വാതന്ത്ര്യമാണ്, വിട്ടുകൊടുക്കുക. നമ്മുടെ പണി ഏറ്റവും മാന്യമായിട്ടത് സിൻസിയറായിട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി ഇസ് റെസ്റ്റ് ലെഫ്റ്റ് ടു ദി ഓഡിയൻസ് ടോട്ടലി. ഐ തിങ്ക് ജോബേട്ടൻ്റെ ഏത് പാട്ട് കേട്ടാലും ഫാൻ ആവും. സോ and I'm looking forward to the Job Korean 10 coming up because that's going to add to all our playlists. Good luck with that. അങ്ങനെ കേട്ടോ, എല്ലാവരും കേൾക്കണേ. സമയത്തിന് മാർക്കറ്റിംഗ് അല്ല, ഇറ്റ്സ് മൈ വിഷ്. എല്ലാവരും ഞങ്ങൾ ഒത്തിരി പേര് ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു വലിയൊരു ടീമുണ്ട്. അപ്പോൾ വളരെ സന്തോഷമാണ്. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണേ. ആ ഒരു സമയം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്, കേൾക്കുക. അപ്പം ഒരു ഇതായിട്ടാണ് ഇറക്കുന്നത്, ഒരു ബയോപിക് പോലെയാണ്. 1 hour കണ്ടന്റ് ആയിരിക്കും, 10 പാട്ടുകൾ, ഒരു ഇൻ്റർട്വൈൻ വിത്ത് സം സ്റ്റോറി ടെല്ലിങ് ആസ് വെൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്പോൾ ഇന്നത്തെ ക്ഷമയുടെ ഒരു പ്രശ്നം എനിക്കുണ്ട്. നമ്മൾ റീലൊക്കെ കണ്ട് ആകെപ്പാടെ ഇങ്ങനെ പോകുന്നൊരു പ്രശ്നം എനിക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനും മോചനം നേടാൻ വേണ്ടിയാണ് മനഃപൂർവ്വമാണ് 1 hour കണ്ടന്റ് തന്നെ ചെയ്യണമെന്ന് വാശി. അപ്പോൾ ബേസിക്കലി ബിക്കോസ് ഞാനതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, ഒറ്റയ്ക്ക് ഒരു വീഡിയോ ആയിട്ടാണ് 10 പാട്ടുകൾ ഇറക്കുന്നത്. അപ്പോൾ ആ ക്ഷമയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ 1 മണിക്കൂർ എനിക്ക് സ്പെൻഡ് ചെയ്യൂ. അതിൽ നിന്നും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് പാട്ടാണെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാനുള്ള മാർഗം ഞാൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊരു സിൻസിയർ റിക്വസ്റ്റാണ്. എല്ലാവരും കേൾക്കൂ പ്ലീസ്. അതൊരു അത്രയും മെനക്കേട് അതിൻ്റെ പുറകിൽ ഉണ്ട് എന്ന് പറഞ്ഞ് നന്നായിക്കൊള്ളുന്നില്ല. പക്ഷേ അറ്റംപ്റ്റ് ഇസ് 150% ഫോർ ഷുവർ. താങ്ക് യു. Thank you so much, Job Chetta. Thank you. This is a dream come true for me, and thank you so much for. Thank you, Govind. Thank you.